ഞാൻ കഴിഞ്ഞ നാളുകളിൽ ശുശ്രൂഷിക്കാൻ പോയ സ്ഥലങ്ങളിൽ അറ്റൻഡ് ചെയ്യുകയും അങ്ങനെ ആ മീറ്റിങ്ങിൽ ദൈവിക ശക്തി പ്രാപിച്ച പലരും ഇന്ന് കേരളത്തിൻ്റെയും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ലോകത്തിൻ്റെ പല രാജ്യങ്ങളും പ്രയോജനപ്പെടുന്നവരായി മാറുന്ന കാണുവാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ വന്ന് പറയാണ്ട്, പാസ്റ്റർ ആ മീറ്റിംഗ് വെച്ചായിരുന്നു ദൈവം എന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അഭിഷേകം ചെയ്തത്. ഇന്ന് പകൽ രാത്രിക്കായി ഞാൻ വിളിച്ചു പറയട്ടെ, അടുത്ത വർഷങ്ങളിൽ ആൾക്കാർ തിരിഞ്ഞു നോക്കി ആ മീറ്റിംഗ് എന്ന് പറയുവാൻ ആമേൻ, ഹല്ലേലൂയ. ഈ മീറ്റിംഗ് ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു ആത്മമണ്ഡലങ്ങളിൽ വലിയ ചലനങ്ങൾ ദൈവം അയക്കുന്നുണ്ട്. സ്തോത്രം. ഞാനല്ല ചെയ്യുന്ന, പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത്. ആത്മമണ്ഡലങ്ങളിൽ വലിയ ചലനങ്ങൾ. എത്ര പേര് ഇന്ന് രാവിലെ ദൈവാത്മാ ശക്തമായി വ്യാപരിക്കുന്നത് അനുഭവിച്ചവർ എത്ര പേരുണ്ട്? സ്തോത്രം. ആമേൻ. ശരീരത്തിലോ ഉള്ളിൻ്റെ ഉള്ളിലോ ദൈവം സ്പർശിക്കുന്നതായി വ്യക്തിപരമായി വ്യക്തമായി അനുഭവിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കൈയൊന്ന് കാണട്ടെ. സ്തോത്രം. എന്നെ യേശു തൊടുന്നായി ഞാൻ വ്യക്തമായി അനുഭവിച്ചു. ആത്മാവിന് ശക്തി എന്നെ തൊടുന്നായി ഞാൻ വ്യക്തമായി അനുഭവിച്ചു എന്നറിയാവുന്നവരൊന്ന് കൈ വീശി കാണിച്ചാട്ടെ. സ്തോത്രം. ആമേൻ. ദൈവം നിങ്ങളെ ശക്തമായി അടുത്ത ദിവസങ്ങൾ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഒരു അടിസ്ഥാനം വിട്ട് മുന്നോട്ട് പോകുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. നാളെ രാവിലെ ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ ഒരു മാർമിക വിഷയം നിങ്ങളുടെ മുമ്പിൽ വെച്ച് നാളെ രാത്രിയിൽ ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ ഒരു ജനനത്തിന് വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. നാളെ രാവിലെ നാളെ രാത്രി ദൈവം അനുവദിക്കുകയാണെങ്കിൽ, ദൈവാത്മാ നടത്തുകയാണെങ്കിൽ, സ്തോത്രം, എനിക്ക് കുറച്ച് പേർക്കൂടെ വേണ്ടി കൈകൾ വെച്ച് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനുള്ളൊരവസരം ദൈവം ഒരുക്കട്ടെ. നാളെ രാത്രി പ്രത്യേകിച്ചും കഴിയുന്നിടത്തോളം ആൾക്കാർക്ക് വേണ്ടി തലേ കൈവച്ച് പ്രാർത്ഥിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അതിനുള്ള ക്രമീകരണങ്ങൾ നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ചെയ്യണം. ബാക്കി കാര്യങ്ങൾ ദൈവം ചെയ്യട്ടെ. സ്തോത്രം. ദൈവത്തിൻ്റെ ഞാനൊരു കാര്യം പറയട്ടെ. സ്തോത്രം. ഒരേ സന്ദേശം ഒരു സ്ഥലത്ത് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണങ്ങളോ വിടുതലുകളോ ആയിരിക്കില്ല വേറൊരു സ്ഥലത്ത് അതേ സന്ദേശം എടുക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഞാൻ ഈ ദിവസങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളെക്കാളും കൂടുതൽ പ്രത്യേക രാജ്യങ്ങളുടെ മീതെ ദൈവാത്മാവിൻ്റെ ശക്തി അതിശക്തമായി വ്യാപരിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതിലൊരു ഭൂഖണ്ഡമാണ്, ഒരു സ്ഥലമാണ് ആഫ്രിക്ക, മറ്റൊരു സ്ഥലമാണ് സൗത്ത് അമേരിക്ക. ശക്തമായ നിലയിൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഞാൻ കേൾക്കുന്ന കേൾവികൾ ചില ആലയ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തീ ഇറങ്ങുന്നതായി ആൾക്കാർ കണ്ട്, നാട്ടുകാർ കണ്ട് ഓടി അടുത്തെത്തുമ്പോൾ തീ അല്ലായിരുന്നു, ആത്മാവിൻ്റെ തീ ആയിരുന്നു എന്നറിയത്തക്ക രീതിയിൽ അതുപോലത്തെ അനുഭവങ്ങൾ സൗത്ത് അമേരിക്കയിലും ആഫ്രിക്കയുടെ പല സ്ഥലങ്ങളിലും ദൈവം അയച്ചുകൊണ്ടിരിക്കുകയാണ്. അനേക ആയിരങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിന്? ഇന്ന് ഏറ്റവും കൂടുതൽ പ്രതികൂലങ്ങൾ വിശ്വാസത്തിൽ അനുഭവിക്കുന്ന ഇറാൻ പോലുള്ള സ്ഥലങ്ങളിൽ പോലും, സ്തോത്രം, ഇപ്പോൾ കേൾക്കുന്ന കേൾവി രാത്രി കാലങ്ങളിൽ സ്വപ്നത്തിൽ യേശു വെളിപ്പെട്ട് ഇതൊരു അന്ത്യകാല ഉണർവാണ്. പാസ്റ്റർ പറഞ്ഞ ഒട്ടും തെറ്റല്ല. ഇത് ഹാർവസ്റ്റിന്റെ സമയമാണ്, ഒരു വലിയ കൊയ്ത്തിന്റെ സമയമാണ്. ഇത് വിശ്വാസി ദൈവമക്കൾ മാത്രം ഉറക്കെ ആമേൻ പറഞ്ഞാട്ട്. ആമേൻ. ഇപ്പം കേൾക്കുന്ന പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഇറാഖിൽ സ്തോത്രം, ഈ ബോംബ് വെച്ച് ആൾക്കാരെ കൊല്ലുവാൻ മുന്നോട്ടിറങ്ങിക്കൊണ്ടിരുന്ന ടെററിസ്റ്റുമാരിൽ ചിലർ കഴിഞ്ഞ ദിവസങ്ങളിൽ രക്ഷിക്കപ്പെട്ടെന്ന്. അവരിൽ ചിലർ ഇറാഖിലുള്ള കൊച്ചു കൊച്ചു ചർച്ചുകളുടെ പാസ്റ്റർമാരായി ഇന്ന് പ്രവർത്തിക്കുന്നെന്നും കേൾക്കുവാൻ ദൈവം ഇടയാക്കുന്നു. രാത്രിയിൽ യേശു വെളിപ്പെടുന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞ ഒരേ സന്ദേശം, എന്നാൽ ചില ഇടങ്ങളിൽ അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ വ്യത്യാസം സ്തോത്രം ഇതിനേക്കാളും ശ്രേഷ്ഠമാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഞങ്ങളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന ദൈവത്തിൻ്റെ വചനം ശക്തിയോടെ വെളിപ്പെടണം?
ഓ, നിങ്ങൾ കേട്ടില്ല. ഞങ്ങളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനം ശക്തിയോടെ വെളിപ്പെടണം. വെറും കേൾവിയായിട്ട് മാത്രമല്ല, കാഴ്ചയായിട്ട് വെളിപ്പെടുവാൻ അടുത്ത ദിവസങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുക. വാട്ട് ഈസ് ദ സീക്രട്ട്? അതിന്റെ പുറകിൽ എന്താണ് കാരണം? സ്തോത്രം. കേരളത്തിൽ ഞാൻ കാണുന്ന കാഴ്ച, ഒരു കാലത്ത് ഞാനും ഒക്കെ കോൺഫറൻസുകളിൽ കേരളത്തിൽ പ്രസംഗിക്കാൻ വരുമായിരുന്നു. IPCയുടെ അല്ലെ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ, ചർച്ച് ഓഫ് ഗോഡിൻ്റെ ആനുവൽ കൺവെൻഷനിലൊക്കെ പ്രസംഗിക്കാൻ വരുന്ന ഓർമ്മ എനിക്കുണ്ട്. സ്തോത്രം. അന്ന് ഞാൻ പ്രസംഗിക്കാൻ വരുമ്പോൾ കൺവെൻഷൻ പന്തലുകളിൽ കൺവെൻഷൻ്റെതായ ട്യൂബ് ലൈറ്റുകളുണ്ട്. സ്തോത്രം. അത് കൺവെൻഷൻ ട്യൂബ് ലൈറ്റുകളാണ്. സ്റ്റേജ് പോലും കെട്ടുന്ന പ്രത്യേക രീതിയിലാണ്. എന്നിട്ട് എഴുന്നേറ്റ് നിന്ന് സ്തോത്രം കറക്റ്റ് 3/4 മണിക്കൂർ പ്രസംഗിച്ചിട്ട് ഇരിക്കും. ആരും ഒരു കുഴപ്പമില്ല. 3/4 മണിക്കൂർ കഴിയുമ്പോൾ വചനം കേട്ട് അവർ തിരിച്ചു പോകും. പ്രത്യേകിച്ചൊന്നും വേണ്ട, പോയിന്റുകൾ പറഞ്ഞ് പ്രസംഗിച്ചാൽ മതി. എന്നാൽ ആ അവസ്ഥയൊക്കെ മാറി. സ്തോത്രം. ഇന്ന് കൺവെൻഷനുകൾക്ക് വേണ്ടി അല്ല ഞാൻ വരുന്നത്. ഞാൻ ഇതുപോലത്തെ മീറ്റിങ്ങുകൾക്ക് വേണ്ടിയാണ് ഇന്ന് കേരളത്തിലേക്ക് വരുന്നത്. പക്ഷേ ഒട്ടും സംശയം എൻ്റെ ഹൃദയത്തിലില്ല. ഞാൻ പറയട്ടെ, ഇന്ന് കേരളത്തിൽ ഈ പുതിയ മൂവിന് മുൻപിൽ നിന്ന് നയിക്കുന്ന കുറച്ചു പേരേ ഉള്ളൂ. അതിലൊരാളാണ് പാസ്റ്റർ ടിനി ജോർജ്. ഒരു പുതിയ മൂവ്. പക്ഷെ എൻ്റെ ആഗ്രഹം ഇവിടെ കൊണ്ടും തീരാൻ പാടില്ല. സ്തോത്രം. വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസാധാരണ അത്ഭുതം, അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം ഉറക്കെ ആമേൻ. വചനത്തിന് ശക്തിയുണ്ട്. നമ്മുടെ ഇടയിലും കേൾക്കാൻ പോകുകയാണ്. രാത്രി കാലങ്ങളിൽ യേശു വെളിപ്പെട്ടു. സ്തോത്രം. യേശുവിന്റെ സാന്നിധ്യം മുറികളിൽ വ്യാപരിച്ചു. ഇന്ന് രാത്രി നടക്കുമെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറക്കെ ആമേൻ പറഞ്ഞാട്ടെ. God is about to move in this land. ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടി ദിവസങ്ങൾ ശ്രദ്ധിക്കുന്നത്, പണ്ടത്തെ ഏത് കാലത്തെക്കാളും കേരളത്തിലെ മാധ്യമങ്ങൾ വളരെ ഉന്മേഷത്തോടെ വിശ്വാസികളുടെ നടക്കുന്ന സംഭവങ്ങൾ, ചർച്ചകളിൽ നടക്കുന്ന സംഭവങ്ങൾ വളരെ ഹീനമായി പോലും റിപ്പോർട്ട് ചെയ്യുവാൻ തയ്യാറായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ഹൃദയത്തിനകത്തു ഞാൻ വിശ്വസിക്കുന്നു, മാധ്യമങ്ങൾക്ക് പോലും തള്ളി പറയാൻ പറ്റാത്ത രീതി ചില പ്രവർത്തികൾ കേരളത്തിൽ നടക്കാൻ പോകുകയാണ്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഞാൻ അടുത്തൊരു തലമുറ നോക്കിയാണ് പ്രവചിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ശക്തി വ്യാപരിക്കുന്ന രാത്രിയാണ്. അടുത്തൊരു തലമുറ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. യെസ്. സ്തോത്രം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ പീരങ്കി മൈതാനത്തിൽ അന്ന് പ്രസംഗിച്ച കൂട്ടത്തിൽ അറ്റ്മോസ്ഫിയർ ഓഫ് മിറക്കിൾസ്, അത്ഭുതങ്ങളുടെ അന്തരീക്ഷം എന്നൊരു പ്രസംഗം പ്രസംഗിച്ച് ഓർക്കുന്നുണ്ടായിരിക്കും. സ്തോത്രം. ആ മെസ്സേജ് ഇന്ന് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. സ്തോത്രം. അന്ന് ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ അത്ഭുതങ്ങൾ നടന്നപ്പോൾ അവിടെ വന്ന ആർക്കും തന്നെ തർക്കിക്കാൻ പറ്റാത്ത രീതി, ഇൻഡിസ്പ്യൂട്ടബിൾ, ഒരാൾക്ക് പോലും തർക്കിക്കാൻ പറ്റാത്ത രീതിയിൽ 40 വർഷമായി കടന്നവൻ ഇത് എഴുന്നേറ്റ് ചാടുന്നു. സ്തോത്രം. അതുപോലത്തെ അത്ഭുതങ്ങൾ കേരളത്തിൽ നടക്കാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറക്കെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. God is about to do something mighty. Hallelujah. Hallelujah. ആഫ്രിക്കയുടെ മണ്ണുകളിൽ നിന്ന് ഞങ്ങൾ അതുപോലത്തെ സാക്ഷ്യങ്ങൾ ഇന്ന് കേട്ടു തുടങ്ങി. മരിച്ചു എന്ന് പറഞ്ഞ് ആൾക്കാരെല്ലാം അടുത്തുകൂടി വാവിട്ട് നിലവിളിച്ച് അടക്കത്തിന് കാര്യങ്ങൾ ചില ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന കുറച്ച് ദൈവമക്കൾ വട്ടം കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ മരിച്ചെന്ന് പറഞ്ഞ ബോഡികൾ ചലിക്കുന്ന കാഴ്ച അനുഭവങ്ങൾ ഇന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ഹാർവസ്റ്റ് നടക്കാൻ പോകുന്നത് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം തന്നെ വചനത്തെ ഉറപ്പിക്കാൻ പോകുകയാണ്. അത് ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ somebody shout hallelujah. അതുകൊണ്ട് എൻ്റെ പ്രസംഗം ഇന്ന് രാത്രി അസ്ഥാനത്തല്ലെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്.
കാര്യം ഇന്ന് കേരളത്തിന്റെ കരയിൽ ഇതുപോലത്തെ നീക്കങ്ങൾക്ക് വേണ്ടി, ആത്മീയ മൂവിന് വേണ്ടി മുൻപിൽ നിൽക്കുന്ന സഭകൾ, ഒരു സഭയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇന്ന് രാത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം, സ്തോത്രം. ആമീൻ. ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങളെയാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ ചിലരെയാണ് ദൈവം കണ്ടിരിക്കുന്നത്. ഓ സ്തോത്രം. എനിക്കടുത്ത് എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ഈ കാര്യങ്ങൾ ആമുഖമായി സംസാരിക്കാൻ ജസ്റ്റ് തുടങ്ങിയതാണ്. പക്ഷെ ഒരു കാര്യം ദൈവം ശക്തമായി പറഞ്ഞു, അടുത്തൊരു തലമുറ ഞാൻ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. നിങ്ങൾക്കറിയാം, മോശയുടെ കൂടെ നടന്ന തലമുറ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കണ്ട തലമുറയാണ്. പ്രായമുള്ള തലമുറയാണ്. ദൈവത്തിന് വിടുതൽ കാണുവാൻ വേണ്ടി കൊതിച്ചൊരു തലമുറയാണ്. എങ്കിൽ പോലും അവരിൽ പലരും സ്തോത്രം കനാനിലെത്തിയില്ല, പട്ടുപോയി. മോശയുടെ ഒരു തലമുറ. എന്താ കാര്യം എന്നറിയാമോ? എല്ലാ അണ്ണന്മാർക്കും വേണം അല്പമെങ്കിലും സ്ഥാനം. സ്തോത്രം, 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 സ്തോത്രം. സ്ഥാനം കിട്ടിയില്ലെങ്കിൽ അവർ പുറപുറുക്കും. സ്ഥാനം കിട്ടിയില്ലെങ്കിൽ അവർ കല്ലെടുക്കും. സ്തോത്രം പറഞ്ഞവർ തന്നെയാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ കല്ലെടുക്കും. സ്തോത്രം. അതുപോലത്തെ ഒരു കാലമായിരുന്നു കേരളത്തിലെ പെന്തിക്കോസ് കാലം. സ്തോത്രം. ആമേൻ. പോലീസുകാരും മറ്റുമൊക്കെ സഭകളുടെ അകത്ത് നടക്കുന്ന കമ്മിറ്റി പ്രശ്നത്തിൽ ഇടപെടേണ്ട അങ്ങനത്തെ അനുഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്ത് നാണംകേട്. പക്ഷെ അടുത്ത തലമുറ യോശുവയുടെ തലമുറയാണ്. എനിക്ക് യോശുവയുടെ അടുത്ത് വന്ന് ജനം പറഞ്ഞൊരു വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. യോശുവേ, നീ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ചെയ്യാം. ഒരു തർക്കവും ഇല്ല. എന്ത് പറഞ്ഞാലും ഞങ്ങൾ ചെയ്യാം. എവിടെ പോകണമെന്ന് പറഞ്ഞാലും ഞങ്ങൾ പൊക്കോളാം. സ്തോത്രം. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാലും ഞങ്ങൾ അതുപോലെ അനുസരിച്ചോളാം. എന്ത് വേണം. ഒരു പാസ്റ്ററിന്റെ ജീവിതത്തിൽ അങ്ങനെ കേൾക്കാൻ പറ്റുവാണെങ്കിൽ ആ പാസ്റ്റർ ധന്യനാ. അങ്ങനെ യോശുവ പതുക്കെ ഒന്ന് സന്തോഷിച്ച് കിളന്നപ്പോഴായിരിക്കും അടുത്ത വാക്ക് വരുന്നത്. ഞങ്ങൾക്ക് ഒറ്റ കാര്യം കണ്ടാൽ മാത്രം മതി. ഒരു കാര്യം മാത്രം മതി. മോശയുടെ കൂടെ കണ്ട ദൈവ സാന്നിധ്യം. ദൈവത്തിൽ ആത്മാവ് ശക്തം ഇടപെടുന്നു. സ്ഥാനം നോക്കാതെ, പൊസിഷൻ നോക്കാതെ, ദൈവത്തിന്റെ സാന്നിധ്യം മാത്രം ആഗ്രഹിക്കുന്ന ഒരു തലമുറ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി ആ കൂട്ടത്തിൽ ഞാൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചാട്ട്. എ ന്യൂ ജനറേഷൻ, ദൈവ സാന്നിധ്യം കൊതിക്കുന്ന ജനറേഷൻ. ഓ ദൈവത്തിൽ ശക്തം ഇടപെടുന്നു. നമ്മുടെ നാട്ടിലൊക്കെ വണ്ടികൾ ഗിയർ മാറ്റി വേഗത വർദ്ധിപ്പിക്കുന്നത് പോലെ 2011 സഭയുടെ ഗിയർ ദൈവം മാറ്റാൻ പോകുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 വർഷം കൊണ്ട് കണ്ടത് 1 വർഷം കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കും. 50 വർഷം കൊണ്ട് നടക്കാത്തത് അടുത്ത 1 വർഷത്തിനുള്ളിൽ ദൈവം പ്രവർത്തിക്കാൻ പോകുകയാണ്. അത് ഏറ്റെടുക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചാട്ട്. അടുത്തൊരു പച്ചപ്പുരും വെട്ടിക്കിളിയും തിന്ന കാലത്തിൽ ഒത്തവേണം ഞാൻ ജനത്തിന് മടക്കി കൊടുക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഓ ജീസസ്, ഹല്ലേലൂയ. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം, വേദപുസ്തകത്തിൽ എനിക്ക് ചില വാക്കുകളൊക്കെ എന്നെ ഒത്തിരി സ്പർശിച്ചിട്ടുണ്ട്. അതിലൊരു വാക്യം ഇതാണ്: പച്ചപ്പുരും വെട്ടിക്കിളിയും തിന്ന് തിരിച്ചു കൊടുക്കുമെന്നല്ല അവിടെ കൊടുത്തിരിക്കുന്നത്, തിന്ന കാലം. The time, the year that the locust and the palmer worm ate. ആ തിന്ന സമയം തിരിച്ചു കൊടുക്കും. നിങ്ങൾക്കറിയാമോ, ഇറാഖ് കുവൈറ്റ് യുദ്ധം ഉണ്ടായപ്പോൾ കുവൈറ്റുകാർക്ക് നഷ്ടപ്പെട്ടത് മൊത്തം കുവൈറ്റ് ഗവൺമെന്റ് തിരിച്ചു കൊടുത്തു. സ്തോത്രം. അത് ധനമുള്ള ഗവൺമെന്റാ. എന്നോട് ആൾക്കാർ പറഞ്ഞു, മലയാളികളായ ആൾക്കാർ പറഞ്ഞു, പാസ്റ്റർ പഴയ ഫ്രിഡ്ജ് പോയി പുതിയ ഫ്രിഡ്ജ് വന്നു. സ്വത്രം, സ്വത്രം. അതായിരുന്നു അവർ കിട്ടിയത്. തിന്ന് നഷ്ടപ്പെട്ട തിരിച്ചു കൊടുക്കാൻ ആർക്കും പറ്റും, പക്ഷെ നഷ്ടപ്പെട്ട കാലം തിരിച്ചു കൊടുക്കാൻ Hallelujah. Hallelujah.
നഷ്ടപ്പെട്ട കാലം കുടുംബങ്ങളിൽ മടങ്ങി വരാൻ പോകുക. നഷ്ടപ്പെട്ട കാലം വ്യക്തികളിൽ മടങ്ങി വരാൻ പോകുക. വിശ്വാസി ദൈവമക്കൾക്കായി ദൈവത്തെ കർത്താവ് എങ്ങനെ ചെയ്യാൻ പോകുന്നത്? ഇത് കേൾക്കുമ്പോൾ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റെടുത്ത് കർത്താവ് എങ്ങനെ ചെയ്യാൻ പോകുന്നത്? ദൈവം പറഞ്ഞു, 5 വർഷം മുൻപേ ഓടിയവനും, സ്തോത്രം, നഷ്ടപ്പെട്ട് സമയം നഷ്ടപ്പെട്ട് ഇന്നലെ തുടങ്ങിയവനും തമ്മിലുള്ള അന്തരവ് ഞാൻ മാറ്റാൻ പോകുകയാണ്. അവൻ 5 വർഷം കൊണ്ട് ചെയ്തത് ഇവൻ 1 മാസം കൊണ്ട്. ലേറ്റ് ആയിട്ടില്ല. നിങ്ങളിൽ പലരെയും കൊണ്ടും ദൈവം ജയിപ്പിക്കാൻ പോകുക. അത് നഷ്ടപ്പെട്ടിട്ടില്ല, സമയം നഷ്ടപ്പെട്ടിട്ടില്ല. അത് വിശ്വാസി ദൈവമക്കൾ കൈകൾ അടിച്ച് ദൈവത്തിന് സ്തോത്രം കൊടുത്തു. നഷ്ടമായിട്ടില്ല. നിങ്ങളിൽ പ്രായമുള്ളവരെക്കാളും ഈ നാട്ടിൽ പ്രവർത്തിച്ച പലരെക്കാളും മുൻപിൽ ദൈവം എത്തിക്കാൻ പോകുകയാണ്. ഓ സ്തോത്രം. കുതിരയും രഥവുമുള്ള ആഹാബ് മുന്നേ ഓടിയെങ്കിലും 2010 ഒടുവിൽ ചില ഏലിയാമാർ അരമുറുക്കുക. ഓ, അതിനുവേണ്ടിയാണ് ഈ മീറ്റിംഗ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. 2010 ചില ഏലിയാവുമാർ അരമുറുക്കിക്കൊണ്ടിരിക്കുക. എന്തിനെന്നറിയാമോ? വർഷങ്ങൾക്ക് മുമ്പ് ഓടിയ ആഹാബിന്റെ രഥത്തിന് മുൻപിൽ കയറി ഓടുവാൻ ദൈവം ചില എനിക്കുള്ള ദൂതെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശക്തിയോടെ ഏറ്റെടുത്താട്ട് അടുത്തൊരു തലമുറ. ഓ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ വേഗത വർദ്ധിപ്പിക്കുന്ന, ഗിയർ മാറ്റുന്ന ഒരു അഭിഷേകം ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. 2011 പണ്ട് ചെയ്തതിനേക്കാൾ ശക്തി. ഓ, something is happening. എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അടുത്ത വർഷങ്ങളിൽ പണ്ടത്തെക്കാൾ ശക്തിയോടെ ഇന്ന് രാത്രിയിൽ ഞാൻ തുറന്നൊരു കാര്യം പറയട്ടെ. ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാൻ ദിവസങ്ങളായി എൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ച് പ്രിപ്പയർ ചെയ്ത് വന്ന സന്ദേശം മാറിയിരിക്കുന്നു. ഇതുവരെ ഇപ്പം വരെ നോക്കാത്ത ഒരു സന്ദേശത്തിലേക്ക് എൻ്റെ ഹൃദയത്തെ ദൈവം പെട്ടെന്ന് തിരിച്ചുവിടുന്നു. ഈ സന്ദേശം ഒരു പ്രവചന സന്ദേശമായിരിക്കും. ദൈവം ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഒരു പ്രവാചകനുള്ള അധികാരം കൃപാവരത്തിൽ മറ്റാരെക്കാളും ശക്തിയൊരു അധികാരം പ്രവാചകന് മാത്രമുണ്ട്. എന്താ കാര്യം എന്നറിയാമോ? വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ ഒറ്റ വാക്കുകൊണ്ട് പ്രവാചകന് തടയാം. ഇനി മഞ്ഞും മഴയും പെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ വർഷങ്ങളായി നടക്കുന്ന മഞ്ഞും മഴയും ഒറ്റ വാക്കുകൊണ്ട് പ്രവാചകന് തടയാം. സ്തോത്രം. എന്നാൽ അതേ പ്രവാചകന് 7 വർഷമായിട്ടുള്ള മഴയില്ലാത്ത അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി മഴ ദേശത്ത് പെയ്യിക്കുവാൻ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. നാളെ ഈ സമയമാകുമ്പോൾ, ഇന്ന് രാത്രി അതുപോലത്തെ ഒരു വാക്കുമായിട്ട് ഞാൻ നിൽക്കുന്നത്. 2011 തുടങ്ങുമ്പോൾ എന്റെ ജനം പുതിയ ശക്തിയോട് പുറത്ത്. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശബ്ദം ഉയർത്തിക്കോ. 2011 തുടങ്ങുമ്പോൾ ഇത്
ധൈര്യത്താലല്ല, ഇത് ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിനാൽ 2011 തുടങ്ങുന്നത് പുതിയ സ്പീഡിലായിരിക്കും, പുതിയ സ്പീഡിലായിരിക്കും, പുതിയ സ്പീഡിലായിരിക്കും. ഓ സ്തോത്രം. അങ്ങനെയാണ് ഇന്ന് രാത്രിയിൽ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സന്ദേശത്തിലേക്ക് ഞാൻ മടങ്ങിപ്പോകുന്നത്. വർഷങ്ങൾക്ക് ശേഷം, എനിക്കൊന്ന് അനേക വർഷങ്ങൾക്ക് ശേഷം ഇന്ന് രാത്രി ദൈവം പെട്ടെന്ന് അതിലേക്ക് നയിക്കുന്നുണ്ട്. ഒരു പ്രവചന ശബ്ദമായി ഇത് വിളിച്ചു പറയാൻ പോകുകയാണ്, പ്രവചന ശബ്ദമായി. പക്ഷെ ദൈവം എന്നെ പറഞ്ഞ വാക്കിതാണ്, പ്രവചന ശബ്ദത്തിന് ജനം മിണ്ടാതിരിക്കാനോ ഒരു വ്യത്യാസം ഇല്ലാതിരിക്കാൻ പറ്റത്തില്ല. യു കാൻ സിറ്റ് വിത്ത് എൻ ഇൻഡിഫറൻസ്. അങ്ങനെ ഒരുത്തരും അവിടെ ചാരിയിരുന്നും ചോദിക്കുക, ആകാശ ദൈവം കിളിവാതിൽ തുറന്നാൽ പോലും ഇത് സംഭവിക്കത്തില്ല. പ്രവാചകന് മറുപടി, നീ അത് കാണും, അനുഭവിക്കുകയില്ല. സ്തോത്രം. കാരണം ഇന്ന് രാത്രിത്തെ ദൂത് നിന്റെ അവസ്ഥ ബേസ് ചെയ്ത്, നിന്റെ കഴിവിൽ ആശ്രയിച്ചുള്ള ദൂതല്ല, നിന്റെ കഴിവിനപ്പുറമായി, നിന്റെ ചിന്തയ്ക്കപ്പുറമായി ദൈവം പകരുന്ന ഒരു ദൂതാണ്. അത് ഏറ്റെടുക്കുക ദൈവമക്കൾക്കായി. ദൈവത്തെ ചിന്തയ്ക്കപ്പുറമായി ദൈവം ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് രാത്രി എടുത്താട്ടെ 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, 1, 2, 3 വാക്യങ്ങൾ വായിച്ചാട്ടെ. അനന്തരം യഹോവ ശമൂവേലിനോട്, ഇസ്രായേലിലെ രാജസ്ഥാനത്ത് നിന്ന് ഞാൻ ശൗലിനെ തള്ളി എന്നറിഞ്ഞിരിക്കെ നീ അവനെക്കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും? കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബേത്ലഹേമിനായ ഇശ്ശായുടെ അടുക്കൽ അയക്കും. അവൻ്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അതിന് ശമൂവേൽ, ഞാൻ എങ്ങനെ പോകും? ശൗൽ കേട്ടാൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. എന്നാറെ യഹോവ, നീ ഒരു പശുക്കിടാവിനെയും കൊണ്ടുചെന്ന്. മതി. ഇന്ന് രാത്രിയിൽ ദി അനോയിന്റിംഗ് ഓഫ് ഡേവിഡ് എന്നൊരു വിഷയം ഒന്ന് തൊട്ട് പറയാൻ വർഷങ്ങൾക്ക് ശേഷം ദൈവം വീണ്ടും എൻ്റെ ഹൃദയത്തിൽ ഈ നിൽക്കുന്ന നിൽപ്പിൽ പ്രേരണ നൽകിയതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകുന്നത്. ആർ യു റെഡി? സ്തോത്രം. ദാവീദിന്റെ അഭിഷേകത്തിന്റെ 1-ാമത്തെ വാക്യം തുടങ്ങുന്നത്, അനന്തരം യഹോവ ഇപ്രകാരം പറയുക, ഞാൻ എത്രത്തോളം കാത്തിരിക്കണം. സ്തോത്രം, 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 സ്തോത്രം. ശൗൽ ഇപ്പോൾ ഭൂതം പിടിച്ചവനായി രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുക. ശൗലാണ് കസറയിരിക്കുന്നെങ്കിലും രാജ്യത്തെ ഭരിക്കുന്ന ശൗലല്ല, അവനിൽ വ്യാപരിക്കുന്ന ദുരാത്മശക്തി. ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ചോദിക്കുക, ഞാൻ എത്രത്തോളം? ശ്രദ്ധിച്ചു കേൾക്കണമേ. പഴയ നിയമത്തിലെ പ്രവാചകന്മാരിൽ എല്ലാവരും ഉപയോഗിച്ചിരിക്കുന്ന പ്രവചന പ്രാർത്ഥനകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു വാക്കുശൈലിയാണ്, കർത്താവേ ഞങ്ങൾ എത്രത്തോളം. ദാവീദ് ചോദിച്ചിട്ടുണ്ട്, യെരമ്യാവ് ചോദിച്ചിട്ടുണ്ട്, എസെക്കിയേൽ ചോദിച്ചിട്ടുണ്ട്, എത്രത്തോളം ഞങ്ങൾ കാത്തിരിക്കണം. അന്നെല്ലാം ദൈവം ഇറങ്ങി വന്ന് പറയും, എൻ്റെ സമയമായിട്ടില്ല, എൻ്റെ സമയമാകുമ്പോൾ ഞാൻ പ്രവർത്തിക്കും. എന്ന വേദപുസ്തകത്തിൽ ആദ്യമായിട്ട് ദൈവം ചോദിക്കുക, ഞാൻ എത്രത്തോളം കാത്തിരിക്കണം. പ്രവാചക, നിനക്ക് കാത്തിരിക്കാൻ കുഴപ്പമില്ല, സഭകൾ കാത്തിരിക്കാൻ തയ്യാറാ, പക്ഷെ ഞാൻ എത്രത്തോളം കാത്തിരിക്കണം എന്ന് വെച്ച ഈ അഭിഷേകത്തിന് പുറകിൽ ദൈവത്തിന് തിരക്ക്, ദൈവത്തിന് ധൃതി. സ്തോത്രം. ഇന്ന് രാത്രികൾ ദൈവം ഇടപെടുന്നു. കേരളത്തിലെ ഉണർവിൽ ദൈവത്തിന് ചില ഉപയോഗിക്കുവാൻ തിരക്കായിരിക്കുകയാണ്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറക്കെ ആമേൻ. ഗോഡ്. സ്തോത്രം, 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 സ്തോത്രം. ഞാൻ എന്നെ വിളിക്കുന്ന പേര് എമർജൻസി അനോയിന്റിങ്. എല്ലാവരും പറഞ്ഞാട്ടെ, എമർജൻസി അനോയിന്റിങ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എമർജൻസി അനോയിന്റിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദൈവത്തിനാണ് തിരക്ക് പിടിച്ചിരിക്കുന്നത്. ശമൂവേലിനോട് പറയും, ശമൂവേലേ നിനക്ക് വലിയ കുഴപ്പമില്ല, കുറച്ചാളുടെ വെയിറ്റ് ചെയ്യാൻ നീ തയ്യാറാ, പക്ഷെ ഞാൻ വെയിറ്റ് ചെയ്യാൻ തയ്യാറല്ല. എടുക്ക് തൈലക്കൊമ്പ്. എനിക്ക് ചില അഭിഷേകം ചെയ്തേ പറ്റും. ഇന്ന് രാത്രികൾ ദൈവം ഇടപെടുന്നു. 2011 തുടങ്ങുന്നതിന് മുൻപേ തിരക്കുള്ള ഒരു എമർജൻസി അനോയിന്റിങ് ചില വ്യക്തികളെ മേൽ വീഴാൻ പോകുകയാണ്. അത് ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ തിരക്കുള്ള അഭിഷേകം.
ഹല്ലേലൂയ. തിരക്കുള്ള അഭിഷേകം വ്യാപരിക്കുമ്പോൾ രസകരമായ ചില സംഭവങ്ങൾ നടക്കും. ഇന്നലെ വരെ പ്രാർത്ഥിക്കാൻ പോലും അറിയാത്ത ആള് അടുത്ത ദിവസം വാ തുറക്കുമ്പോൾ ക്യാൻസറുകൾ സൗഖ്യമാണ്. രണ്ടുപേരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റാത്തവർ കൈ ഉയർത്തുമ്പോൾ ദുർഭൂത ശക്തികൾ വിട്ടുമാറാൻ തുടങ്ങാം. ഇതാണ് എമർജൻസി അനോയിന്റിംഗ്. ഇന്ന് രാത്രി ദൈവം ചില വ്യക്തികളുടെ മേലെ അത് ഒഴിക്കാൻ പോകുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. പ്രാപിക്ക് ദൈവമക്കൾ മാത്രം ഉറക്കെ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചാട്ടെ. സ്തോത്രം, സ്തോത്രം. ഇവിടെ ചിലക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ദൈവം ചിലതിന് മേൽ അത് പകരാൻ പോകുകയാണ്. ബൈബിള് വാക്യമുണ്ട്, കഴിഞ്ഞ ആഴ്ച ഇന്നലെ വരെ സഭയെ പീഡിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നവൻ, ശൗലിനെ കുറിച്ച് പറഞ്ഞ വാക്കാ, കഴിഞ്ഞ ദിവസം വരെ സഭയെ പീഡിപ്പിച്ചോണ്ട് നടന്നവൻ ഇതാ അവിടെ നിന്ന് പ്രസംഗിക്കുന്നു. സ്തോത്രം. പൗലോസ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ സമയത്തിന് മുൻപേ ജനിച്ചവനാ, ക്രമം തെറ്റി ജനിച്ചവനാ. ഈ ക്രമത്തിൽ ഞാൻ പെടേണ്ടവനല്ല, ക്രമം തെറ്റി ജനിച്ചവനാ. ഇന്ന് രാത്രികൾ ദൈവമ പറയുന്നു, കഴിഞ്ഞ ആഴ്ച വരെ ഒരിടയ്ക്ക് മൂലക്കിരുന്ന ചിലരുടെ മേൽ ക്രമം തെറ്റിയുള്ളൊരു അഭിഷേകം. വിശ്വാസിക്ക് ദൈവമക്കൾ, ദൈവമാവ് ശക്തിയോടൊരു ശബ്ദം ഇടപെട്ടുകൊണ്ടിരിക്കുക. ഈ രാത്രി ചിലമേൽ ക്രമം തെറ്റിയുള്ളൊരു അഭിഷേകത്തിന്റെ പകർച്ച വ്യാപരിക്കാൻ പോകുകയാണ്. നീ അതിന് യോഗ്യനല്ലെങ്കിലും ദൈവത്തിന് സമയമായതുകൊണ്ട് ദൈവം ചിലരെ നിറയ്ക്കാൻ പോകുകയാണ്. Are you ready? സ്തോത്രം, സ്തോത്രം. Get ready. മൊർദെഖായിയുടെ അടുത്ത് എസ്തർ പറഞ്ഞൊരു വാക്കുണ്ട്, രാജാവിന്റെ സന്നിധിയിൽ കയറുവാൻ എനിക്കിപ്പോൾ പറ്റത്തില്ല. രാജാവ് വിളിക്കാതെ എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ ക്രമം തെറ്റി അങ്ങോട്ടൊന്ന് കയറാൻ പോകുകയാ. സ്തോത്രം, ഹല്ലേലൂയ. മരിച്ചാൽ മരിച്ചു, ജീവനോട് പുറത്തു വന്നാൽ ജീവനോട് പുറത്തു വന്നു. ഇന്ന് രാത്രികാലം എനിക്ക് യോഗ്യതയില്ലെങ്കിലും ഞാൻ കടക്കാൻ പോകുകയാണ്, ഞാൻ കൈ നീട്ടാൻ പോകുക എന്ന് പറയുന്ന ചില വ്യക്തികൾക്ക് വേണ്ടി രാജാവ് ചെങ്കോൽ നീട്ടുന്ന രാത്രിയാണ് രാത്രി. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉറക്കെ ആമേൻ പറഞ്ഞാട്ടെ. കർത്താവേ, എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും അറിയത്തില്ല, എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല, എനിക്ക് വലിയ പരിചയമില്ല. പക്ഷെ അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ ഞാൻ തയ്യാറാണ്, എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയുന്ന ചിലര് ക്രമം തെറ്റി ഇന്ന് രാത്രി രാജസന്നിധിയിലേക്ക് കയറി ചെന്നാട്ട് കൈ നീട്ടിക്കോ. രാജാവ് ചെങ്കോൽ നീട്ടുന്ന രാത്രിയാണ് ഈ രാത്രി. ആമേൻ. ദൈവം ഒരു ശബ്ദം എന്നെ ഏൽപ്പിക്കുന്നു. ഞാൻ പറഞ്ഞത് പ്രവചന രാത്രിയാണ്. ദൈവം ഒരു ശബ്ദം ഏൽപ്പിക്കുന്നു. എമർജൻസി അനോയിന്റിംഗ് വ്യാപരിക്കുമ്പോൾ നിങ്ങളിൽ ഒരുവൻ 1000-ത്തെ, 2 പേർ 10,000-ത്തെ ഓടിക്കുന്ന ദിവസങ്ങൾ മുൻപിലുണ്ട്. ഒരു സൈന്യം ഇതാ എഴുന്നേൽക്കുന്നു. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു, ക്രമം തെറ്റി എഴുന്നേറ്റവനാണ് ഞാൻ. പാസ്റ്റർ ടിനു ജോർജ്, സാമുവൽ വിൽസൺ, കേരളത്തിൽ എഴുന്നേറ്റവരുടെ കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളത്ത് വരുമ്പോൾ പാസ്റ്റർ ഡാമിൻ്റെ പോസ്റ്റേഴ്സ് അവിടെ എല്ലാം കാണാനിടയായി. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ പോയത് ഓർക്കുന്നുണ്ട്. ഇപ്പോൾ കേൾക്കുന്ന കേൾവി സഭ ശക്തമായി പെരുകുന്നു. സ്തോത്രം. എന്തോ സംഭവിക്കുന്നത്. ചിലതൊക്കെ ഉണങ്ങി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം ക്രമം തെറ്റിച്ച്
എണ്ണ ഒഴിച്ചോണ്ടിരിക്കുക. ദൈവം അവിടുന്ന് രാജ്യത്തിൽ അന്ധകാര ശക്തികൾ താണ്ഡവമാടുമ്പോൾ ഇനി ഞാൻ ചുമ്മാതിരിക്കത്തില്ല. ഈ രാജ്യം എനിക്കുള്ളതാണ്, ഈ ദേശം എനിക്കുള്ളതാണ്. ഞാൻ ചില അഭിഷേകം ചെയ്യാൻ പോകുകയാണ്. ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. God is about to anoint somebody. സ്തോത്രം, സ്തോത്രം. ക്രമത്തിലെ പണ്ട് പറ്റത്തുള്ളായിരുന്നു. 4 വർഷം BTHO BDO എടുക്കണം. അത് കഴിയുമ്പോൾ 2 വർഷം ഏതെങ്കിലും മാസ്റ്റർ ഡിഗ്രി എടുക്കണം. ഇതിനോടൊന്നും എനിക്ക് വിരോധമില്ല. സ്തോത്രം. അത് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു കൊച്ചു ചർച്ചയിൽ പോയി കുറച്ച് നാൾ ട്രെയിനിങ് എടുക്കണം. ഒരു 10-15 വർഷമാകുമ്പോൾ 50 പേർക്ക് ഇരിക്കാവുന്ന അല്ലെ 50 പേരുള്ള ചർച്ചിൻ്റെ ഒരു പാസ്റ്ററായിരിക്കാൻ നീ യോഗ്യനായി മാറും. അതായിരുന്നു കേരളത്തിലെ ക്രമം. പക്ഷെ ഞാനിപ്പോൾ കാണുന്നത് 3 വർഷം മുമ്പ് തുടങ്ങിയ ചർച്ചുകൾ 3000-4000 മാറിക്കൊണ്ടിരിക്കുക. ബൈബിൾ കോളേജിന്റെ തിണ്ണ കാണാത്ത ചില വ്യക്തികളുടെ മേൽ ദൈവം അഭിഷേകം പകർന്നുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ഇത് വിശ്വസിക്കാൻ അനുഭവിക്കുക ചെയ്ത ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ദൈവത്തെ ശക്തിയോട് സ്തുതിച്ചാട്ട്. എമർജൻസി അനോയിന്റിംഗ് ദൈവം അയച്ചുകൊണ്ടിരിക്കുക. പണ്ട് അത് മാത്രമല്ല, അവർ പോലും ഞാൻ ഓർക്കുന്നു, 15 വയസ്സിൽ പ്രസംഗിക്കാൻ ഇറങ്ങുമ്പോൾ പ്രസിദ്ധനായ ഒരു ദൈവദാസൻ പ്രസംഗിച്ച എന്നെ വിളിച്ചു പറഞ്ഞ വാക്കോർക്ക്. അന്ന് ഞാനൊരു വെള്ള ഷർട്ടയിൽ വെള്ള വരയിട്ട ഒരു ഷർട്ട ഇട്ടത്. സത്യം പറഞ്ഞാൽ വെള്ള ഷർട്ടയിൽ വെള്ള വര. എന്നെ പറഞ്ഞു, പാസ്റ്റർ അൻസ, സ്തോത്രം, ഇവിടെ തികച്ചും വെള്ള ഷർട്ട് ഇടാതെ ശുശ്രൂഷിക്കാൻ വന്ന യേശു വന്നാൽ പോലും ഈ ജനം അംഗീകരിക്കത്തില്ല. ഞാൻ വിളിച്ചു പറട്ടെ, ഇത് വെള്ളയാൻ തോന്നുന്നില്ല. ഇന്ന് രാത്രിയിൽ ഉടുപ്പിലോ മീശയിലോ ഒന്നും നോക്കാത്ത ക്രമം തെറ്റുള്ള ഒരു അഭിഷേകം ദൈവം പകർന്നുകൊണ്ടിരിക്കുക. രാജ്യത്തിൽ ശത്രുശക്തികൾ താണ്ഡവമാടുമ്പോൾ മീശ നോക്കിയിരിക്കാൻ സമയമില്ല. ഇന്ന് രാത്രി അഭിഷേകം ഞാൻ പകരാൻ പോകുക. ഏറ്റെടുക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോരാ. ഇത് സ്വീകരിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ ശബ്ദമുയർത്തിക്കോ. ഇത് ശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കുന്ന രാത്രിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ ബൈബിൾ കോളേജിനെതിരല്ല. ഞങ്ങൾ വിളിച്ചു പറയട്ടെ, സ്തോത്രം, കൃപയാൽ ഇതിലൊന്നും കൂടെ പോകാതെ, സ്തോത്രം, ഇന്ന് ഇത്രത്തോളം ദൈവം സഭകളിൽ വളർച്ചയും ആൾക്കാരെയും കൊണ്ടുവരുന്നു. നമ്മൾ പലയിടത്തും ബൈബിൾ കോളേജുകൾ നടത്താൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. വിളിച്ചു പറയട്ടെ, പുതിയ ക്രമം ദൈവം അയച്ചുകൊണ്ടിരിക്കുക. എന്തോ ഈ ക്രമത്തിന്റെ പ്രത്യേകത അറിയാമോ? ദൈവം മോശയോട് പറഞ്ഞു, മോശെ കൊണ്ടുവെക്ക് 12 വടികൾ, ഉണക്ക വടികൾ. എന്നാൽ ഞാൻ തെരഞ്ഞെടുത്തവന്റെ വടി തളർക്കുന്ന പകൽക്കാലം 5 വർഷം കൊണ്ടല്ല തളർക്കുന്നത്. രാത്രി കൊണ്ടുവെക്ക്, രാവിലെ ആകുമ്പോൾ തളർക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രികൾ ദൈവം ഇടപെടുന്നു. ദിവസങ്ങൾ കൊണ്ട് വ്യാപരിക്കുന്ന ഒരു തളർപ്പ് ദൈവച്ച കുടുംബങ്ങളിലും ശുശ്രൂഷകന്മാരുടെ ജീവിതത്തിൽ പകരുന്ന ദിവസങ്ങളാണ്. ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി. യെസ്, ആമേൻ. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഇതെങ്ങനെ സംഭവിക്കുന്നത്? ലോകത്തിൻ്റെ ക്രമപ്രകാരം ഏത് വടിയും ഏത് ചെടിയും മണ്ണിലേക്ക് പോയേ പറ്റും. മണ്ണിൽ വേരിറങ്ങാതെ എങ്ങനെയാണ് ഈ ചെടിയിൽ ബദാം പൂ കിളിക്കുന്നത്, ബദാം കായ ഉണ്ടാകുന്നത്? വേരിറങ്ങാത്ത കമ്പയിൽ എന്തോ കിളിക്കാനാ? ദൈവമ പറഞ്ഞു, ഇവിടാണ് വ്യത്യാസം ഉണ്ടാകുന്നത്. ദേശത്തെ ഇളക്കം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പറഞ്ഞു, 5 വർഷം വേരിറക്കിയൊക്കെ ഉണ്ടാക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഉണക്കവടിയാണെങ്കിലും എൻ്റെ സന്നിധിയിൽ എറിഞ്ഞിട്ടവനെ, ഉണക്കവടിയാണെങ്കിലും പെട്ടകത്തിന് മുൻപിൽ കിടക്കുന്നവന്, ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഉണക്കവടിയാണെങ്കിലും ഇന്ന് രാത്രി എന്റെ സാന്നിധ്യം കൊതിക്കുന്നവന്റെ മീത് എന്റെ അഭിഷേകം ഇറങ്ങുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് തിരക്ക് കൂടി. ദൈവം പറഞ്ഞു, ഇനി കാത്തിരിക്കാൻ സമയമില്ല.
ദൈവം പറഞ്ഞ വാക്കുണ്ട്, മണ്ണിൽ നിന്നല്ല ഇത് പൂക്കളിച്ചിരിക്കുന്നത്, മണ്ണിൽ നിന്ന് വലിച്ചെടുത്തല്ല, ഇത് വിണ്ണിൽ നിന്ന് വന്ന. പണ്ടൊരു കാലമുണ്ടായിരുന്നു, സ്തോത്രം, ഒരുത്തരെ പ്രസംഗം കേൾക്കുമ്പോൾ അറിയാം ഇത് കുമ്പനാടാണോ അതോ പുനലൂരാണോ. സ്വത്രം സ്വത്രം സ്വത്രം. പ്രസംഗം കേൾക്കുമ്പോൾ അറിയാം മണ്ണ് ഏതാന്ന്. ചിലർ ആമീൻ പറയുന്നില്ല. സ്വത്രം സ്വത്രം. ആ പ്രസംഗം കേൾക്കുമ്പോൾ അറിയാം ഇത് ചരൽക്കുന്നാണോ അതോ മറ്റേ പുനരൂർ കുന്നാണോ അതോ കുമ്പനാടാണോ അതോ ചെങ്ങന്നൂരാണോ. ഇതൊക്കെ മണ്ണ് പ്രസംഗം കേൾക്കുമ്പോൾ അറിയാം ഏത് മണ്ണാണ്. മണ്ണിന്റെ ചൊവ കണ്ടിരിക്കും. പക്ഷെ ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, ഒരു ചൊവയുമില്ലാത്ത IPC ചൊവയില്ല, അസംബ്ലീസ് ഓഫ് ഗോഡ് ചൊവയില്ല, പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ചൊവയുള്ള ഒരു കൂട്ടരെ ദൈവം എഴുന്നേൽപ്പിക്കുന്ന രാത്രിയാണ്. സ്വീകരിക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ. പത്രോസിനെ യോഹന്നാനെ കണ്ടപ്പോൾ പരീക്ഷന്മാര് പറഞ്ഞ വാക്കുണ്ട്, ഇവർ യേശുവിന്റെ കൂടെ ആയിരുന്നു. കണ്ടറിയാം എവിടുന്നാ വരുന്നെന്ന്. മോശയ്ക്ക് പത്രത്തിൽ പരസ്യം കൊടുക്കണ്ട, ഞാൻ 40 ദിവസം ഉപവസിച്ചിട്ട് ദൈവസന്നിധി ഇരുന്നിട്ടാണ് ഞാൻ വരുന്നത്, പുസ്തകം എഴുതണ്ട, പത്രത്തിൽ പരസ്യം കൊടുക്കണ്ട. മുഖം കാണുമ്പോൾ ജനത്തിനറിയാം എവിടുന്നാ വരുന്നെന്ന്. ഇന്ന് രാത്രികാലം വിളിച്ചു പറയട്ടെ, മണ്ണിന്റെ ചൊവയില്ലാതെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആൾക്കാർ ഒന്ന് മാത്രം പറയും, നീ വാ തുറന്നപ്പോൾ യേശുവിനെ തൊട്ടു, നീ കൈ ഉയർത്തിയപ്പോൾ യേശുവിനെ തൊട്ടു. ഇന്ന് രാത്രി അത് മതി എനിക്കെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരെങ്കിലും ഉണ്ടോ? എനിക്കത് മതി, ഞാൻ കൈ ഉയർത്തുമ്പോൾ യേശുവിനെ തൊട്ടു. എമർജൻസി അനോയിന്റിംഗ് റെഡി ആയിക്കോ. ഇത് സാധാരണ അഭിഷേകം. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ഈ അഭിഷേകം സാധാരണ അഭിഷേകമല്ല. ഉണക്കവടിയുടെ മേൽ പ്രയോജനമില്ലെന്ന് ആൾക്കാർ പറഞ്ഞ വടിയുടെ മേൽ, തള്ളിക്കളഞ്ഞ വടികളുടെ മീതെ ദൈവം സംസാരിക്കുന്നു. ഒരു ശക്തിയുമില്ലെന്ന് പറഞ്ഞ വടിയുടെ മീതെ സ്വർഗത്തിലെ ശക്തി ഇറങ്ങുന്ന, ഒരു പകർച്ച ഉണ്ടാകുന്ന, ഒരു അഭിഷേകം വ്യാപരിക്കുന്ന സമയമായി. എമർജൻസി അനോയിന്റിംഗ്. ഞാൻ വിളിച്ചോട്ടെ, എമർജൻസി അനോയിന്റിംഗ് വരുമ്പോൾ സ്തോത്രം. നമ്മുടെ നാട്ടിലൊക്കെ എമർജൻസി അതിന് മലയാളത്തിൽ എന്ന് പറയുന്നേ അത്യാഗതം, അടിയന്തരം. എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്തോത്രം. അടിയന്തരം എന്നാൽ ചില ആശുപത്രി കണ്ടൊരു കാഷ്വാലിറ്റി വാർഡൊക്കെ, എമർജൻസി വാർഡൊക്കെ, ഒരാളെ കൊണ്ട് മരിച്ചവനെ കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ നിന്ന് ഏത് ഡോക്ടർ, ചിലപ്പോൾ ഡോക്ടർ ആണെന്ന് പോലും നമുക്കറിയത്തില്ല. സ്തോത്രം. വന്ന് എടുത്തോണ്ട് പോയാൽ കൊണ്ടുപോകും. അവിടുന്ന് നീ എവിടാ പഠിച്ചത്, MBBS എത്ര മാർക്ക് കിട്ടി, ആൾക്കാർ ചത്തോണ്ടിരിക്കുക. ഇതൊന്നും ചോദിക്കാൻ സമയം കിട്ടത്തില്ല. പൊന്ന് സാറേ സ്റ്റെത്തസ്കോപ്പ് ഉണ്ടോ, എടുത്തോണ്ട് പൊക്കോ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം പറയുന്നു, രാജ്യത്തിൽ ശത്രുശക്തികൾ താണ്ഡവമാടുമ്പോൾ ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് മീതെ ഞാൻ ശക്തി അയക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഏറ്റെടുക്കുന്ന ദൈവമക്കൾ മാത്രം ഉറക്കെ ആമീൻ പറഞ്ഞാൽ ഇത് എമർജൻസിയുടെ കാലമാണ്. സ്തോത്രം. സ്തോത്രം. ആമേൻ. നമുക്കറിയാം നമ്മുടെ നാട്ടിലും ഈ എമർജൻസി ലൈറ്റൊക്കെ ഉപയോഗിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ കരണ്ട് പോകുമ്പോഴാണ്. ദൈവം പറയുന്നു, ദേശത്ത് അന്ധകാരം താണ്ഡവമാടുമ്പോൾ എമർജൻസി അയച്ച ശുശ്രൂഷകന്മാരെ, ഞാനായിരുന്നെങ്കിൽ ഇവിടെ നിന്ന് 2 പേരുടെ കൈയെടുത്ത് പറയും, അദ്ദേഹം എന്നെ കുറിച്ചാണ് തോന്നുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എമർജൻസി ആയി ചില ശുശ്രൂഷകന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്.
ഓരോ ഇന്ന് രാത്രി ഏണ്ടൊക്കെ സംഭവിക്കാൻ പോകുക. ഇത് മണ്ണിൽ നിന്നുള്ള പകർച്ചയല്ല, ഇത് കുമ്പനാട് മണ്ണല്ല, ഇത് അസംബ്ലീസ് ഓഫ് ഗോഡ് മണ്ണല്ല, ഇത് ഉയരത്തിൽ നിന്ന് വന്ന ശക്തിയാണ്. ഹല്ലേലൂയ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിനെ പ്രാപിക്കുക. സ്തോത്രം. പക്ഷേ എമർജൻസിക്കാര് അഹങ്കരിച്ചു പോകാതിരിപ്പാൻ ദൈവം എന്നോട് ഒരിക്കൽ പറഞ്ഞ വാക്ക് ഞാൻ ഓർക്കുന്നുണ്ട്. മോനെ, എമർജൻസി അനോയിന്റിങ് വരുമ്പോൾ നിന്റെ യോഗ്യത ഒന്നും ഞാൻ നോക്കത്തില്ല. സ്തോത്രം. നിന്റെ യോഗ്യത കണ്ടല്ല നിന്നെ അഭിഷേകം ചെയ്തത്. ഒരു കഴുതെ കിട്ടിയാലും ഞാൻ ഉപയോഗിക്കും. അതോടെ എൻ്റെ പൊങ്കച്ചം എല്ലാം പോയി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി യോഗ്യത വിട്ടുള്ളൊരു അഭിഷേകം. ഇത് അനുസന്റെ മിടുക്കല്ല. ഇന്ന് രാത്രി എമർജൻസിയുടെ മക്കളെ, ഇന്ന് കേവലം 34 വയസ്സ് എനിക്കായിട്ടുള്ളൂ. സ്തോത്രം. 12ാം വയസ്സിലാണ് പ്രസംഗിച്ച് ആരംഭിക്കുന്നത്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ഒരു യോഗ്യതമില്ലാതെ, ഇതെന്തുവോന്ന് പോലും അറിയാതെ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, പരിശുദ്ധാത്മാവ് പോലും എന്തുവോന്ന് അറിയാത്തൊരു സമയത്ത് ഒറ്റ രാത്രിയിൽ ദൈവമേ ഇത് ശരിയാണെങ്കിൽ, രണ്ടുപേരെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞത്, ഇവരെ നിറയ്ക്കാമെങ്കിൽ എന്തുകൊണ്ട് എന്നെ നിറച്ചുകൂടാ? ഇത്രയും മാത്രം പറഞ്ഞത് ഓർക്കുന്നുണ്ട്. ഇരിക്കുന്ന ഇരിപ്പിടത്ത് നെടുത്തെറിയപ്പെട്ടു. വായിലൊരു പുതിയ ഭാഷ ദൈവം തന്നു. അങ്ങനെ 12ാം വയസ്സിലാണ് പ്രസംഗിച്ച് ആരംഭിച്ചത്. അല്ല, ഇന്ന് രാത്രി എന്നെ മിടുക്ക് കണ്ടിട്ടല്ല, എമർജൻസിയുടെ കാലമായതുകൊണ്ട് ദൈവം കയ്യിൽ കിട്ടിയ എല്ലാത്തിൻ്റെ മേലും അഭിഷേകം പകരുക. ഈ രാത്രിക്കാലം ചില വ്യക്തികളെ മീതെ അത് വ്യാപരിക്കുന്ന ഞാൻ ദൂത് അറിയിക്കാൻ പോകുക. ദൈവത്തിനാൽമ ശക്തം ഇടപെടുന്നു. ആമീൻ. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ചില ദൈവമക്കളുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം കൊണ്ട് കേരളത്തിൽ മാത്രമല്ല. സ്തോത്രം. ദൈവം ഒരിക്കൽ എന്നോട് പറഞ്ഞു, ആമീൻ, എൻ്റെ ജനത്തോട് പറ, അവിടെ മേൽ ഞാൻ പകരുന്ന ശുശ്രൂഷ കാക്കയുടെ ശുശ്രൂഷയല്ല, കരുകന്മാരെ പോലെ പറക്കുന്ന ശുശ്രൂഷയാണ്. ശ്രദ്ധിക്കണമേ, കാക്കയുടെ പ്രത്യേകത, കാക്ക എവിടെ പോയാലും, ആമീൻ, കൊട്ടാരക്കര ജനിച്ച കാക്ക കൂടി വന്ന കൊല്ലം വരെ പോവും. സ്വത്രം, സ്വത്രം. കാക്ക, ആമീൻ, എന്താ പറഞ്ഞേ, മൈഗ്രേഷൻ ബേർഡ് അല്ല, എൻ്റെ മലയാളത്തിൽ പറഞ്ഞേ, ദേശാടന പക്ഷിയൊന്നുമല്ല. സ്തോത്രം. എവിടെ ജനിക്കുന്നോ ആമീൻ, രാവിലെയും വൈകിട്ടും കാ കാ എന്ന് പറഞ്ഞ് അവിടെ തന്നെ പുള്ളിയുടെ ശവസംസ്കാരവും നടക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമീൻ. കേരളത്തിൽ ജനിച്ച കാക്ക വളരെ ചുരുക്കമേ ബാംഗ്ലൂർ വരെയെങ്കിലും പോകത്തുള്ളൂ. ഇന്ന് രാത്രിക്കാലം ദൈവം എന്ന് പറഞ്ഞ് വാക്കുണ്ട്. ഒരു കാലമുണ്ടായിരുന്നു, കൊല്ലത്തുള്ള പ്രവാചകൻ കൊല്ലത്ത് തന്നെ നിന്നു, കൊട്ടാരക്കുള്ള പ്രവാചകൻ അവിടെ പ്രവചിച്ച് വീടുകളിൽ കയറി ഇറങ്ങി അവിടെ അവസാനിച്ചു. പക്ഷെ ആ കാലമല്ല ഇത്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കരുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ഇന്ന് രാത്രി വ്യാപരിക്കുന്ന അഭിഷേകം കേരളത്തിൽ ചില ദൈവമക്കളെ നോർത്ത് ഇന്ത്യയിലേക്കും ഇന്ത്യ എന്നുള്ള ചില ദൈവമക്കളെ ആഫ്രിക്കയിലേക്കും ഒക്കെ അയക്കുന്ന ഒരു അഭിഷേകം ദൈവം അയച്ചുകൊണ്ടിരിക്കുക. പ്രാപിക്കുക. അഭിഷേകം സാധാരണമല്ല. ദൈവം പറയുന്നു, ശൗൽ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഭൂതങ്ങൾ താണ്ഡവം ആടിക്കൊണ്ടിരിക്കുമ്പോൾ, ഞാൻ വിളിച്ചുപെട്ട കേരളത്തിൽ ഇന്ത്യയിലും ആമീൻ ചെറുപ്പക്കാരുടെ മേൽ വ്യാപരിക്കുന്ന അന്ധകാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പറയാ, ഞാൻ ഇനിയും 5 വർഷം കാത്തിരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? എടുക്ക് തൈലക്കൊമ്പ്.
ആ ശബ്ദം ഞാൻ കേൾക്കുന്നു. കൊട്ടാരക്കര ഈ ഗ്രൗണ്ടിന്റെ അകത്ത് ഞാൻ ശബ്ദം കേൾക്കുന്നു. എടുക്ക് തൈലക്കൊമ്പ്. ചില പ്രവാചകന്മാര്, ചില അപ്പോസ്തലന്മാര്, ചില ശുശ്രൂഷകന്മാര് ഞാൻ അഭിഷേകം ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. എനിക്കൊട്ടും അതിശയം കാണത്തില്ല. അടുത്ത ദിവസങ്ങളിൽ ഇവിടെ ഇരിക്കുന്ന ചില ദൈവമക്കൾ ആരും പ്ലാറ്റ്ഫോമിന് വേണ്ടി അടി ഉണ്ടാക്കണ്ട. നിങ്ങളെ ദൈവം ചില സ്ഥലങ്ങളിൽ എറിഞ്ഞിടും. സമയമായി ദൈവാത്മാവ് തന്നെ നയിക്കാൻ സമയമായി. ഇത് എമർജൻസിയുടെ കാലമാണ്. ഹല്ലേലൂയ. ഒരു സമർപ്പണം ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മേൽ, ആ കമ്മിന്റെ മീതെ ശക്തി വ്യാപരിക്കുന്ന രാത്രിയാ. ആമേൻ. ഞാൻ പറയട്ടെ, ഞാൻ 12-ാം വയസ്സിലാണ് പ്രസംഗിച്ച് ആരംഭിക്കുന്നത്. കുറേ നാൾ അത്ഭുത ശിശു എന്നൊക്കെ കാണാൻ എനിക്ക് ഒട്ടും നീളമില്ലായിരുന്നു. അത്ഭുത ശിശു എന്നൊക്കെ ആൾക്കാർ പറഞ്ഞ് ബാംഗ്ലൂരിൽ എന്നെ കാണാൻ മാത്രം വന്ന സമയങ്ങളുണ്ട്. എന്നാൽ അതൊക്കെ പോട്ടെ, അന്ന് എൻ്റെ മടിയിൽ സ്ഥിരം വന്നിരുന്ന് 2-3 പിള്ളേരുണ്ട്. 3 അണ്ണന്മാരായിരുന്നു. അതിൽ 2 പേര് സ്ഥിരം, എന്നാൽ 3 പേരായിരുന്നു എൻ്റെ ചുറ്റും മടി കയറി തന്നെ ഇരിക്കും. ആമി, എന്നെക്കാളും പിള്ളേർക്ക് അന്ന് കൊച്ചു പിള്ളേരാണെങ്കിലും നീളമുള്ള പിള്ളേരാ. ഒന്ന് ഷൈജു, മറ്റൊന്ന് ആശിഷ്, വേറൊരാൾ ദിലീപ്. ഇന്നും ഓർക്കുന്നുണ്ട്. സ്തോത്രം. എന്നെ ദൈവം വെച്ച 12-ാം വയസ്സിലാണെങ്കിൽ ഷൈജുവിനെ ദൈവം 8-ാം വയസ്സിൽ. അവനെ ഇന്ന് ദൈവം ലോകത്തിലെ പല രാജ്യങ്ങളിൽ ശക്തമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ദുബായിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രസംഗിക്കുന്നതിന് മുകളിൽ ഷൈജു പ്രസംഗിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സ്തോത്രം. ഞാൻ എൻ്റെ പ്രസംഗം കുറച്ച് നാൾ നേരത്തെ പിടിച്ചു നിർത്തിയിട്ട് ഞാൻ പതുക്കെ അവൻ ഇതുവരെ കണ്ടില്ല. സ്തോത്രം. ഞാൻ പുറകിൽ പോയി നിന്നു കാണാൻ വേണ്ടി. സ്തോത്രം. വലിയ പ്രസിദ്ധനായി മാറിക്കഴിഞ്ഞു. ദൈവം ഓരോരുത്തരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ആരാണ്ട് പറയുന്നത് ദിലീപ് ട്രിവാൻഡ്രത്ത് അടുത്ത ദിവസങ്ങൾ വരുന്നുണ്ട്. മലയാളം പോലും ചൊവ്വിന് പറയാൻ വയ്യാത്ത കൊച്ചു തമിഴ് ചെറുപ്പക്കാരൻ. സ്തോത്രം. ഞാൻ വിളിച്ചു പറയട്ടെ, എന്താ കാര്യം? ദൈവത്തിന് ആത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ ഞങ്ങൾ പിള്ളേര് കമന്ന് കിടന്ന് ഉരുണ്ട് പ്രാപിച്ചതൊക്കെ ഞങ്ങൾ ഓർക്കുന്നുണ്ട്. ഇന്ന് രാത്രികൾ ദൈവം ഇടപെടുക. ഒരു യോഗ്യതയുള്ളെങ്കിലും പെട്ടകത്തിന് മുമ്പിൽ കിടക്കാൻ തയ്യാറുള്ള ചില വ്യക്തികളെ മീത് ശക്തി ഇറങ്ങുന്ന രാത്രിയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം ഉറക്കെ ദൈവത്തെ സ്തുതിച്ചാട്ട് God is about to do something. റെയ്നാഡ് ബോങ്കെ ഉപയോഗിക്കുന്ന ദൈവത്തിന് സ്തോത്രം. പല ശക്തന്മാരെ ഉപയോഗിക്കുന്ന ദൈവത്തിന് കേരളത്തിൽ ദൈവദാസന്മാരെ ഉപയോഗിക്കുവാൻ താല്പര്യമുണ്ട്. ഈ രാത്രികാലം ദൈവം എനിക്ക് അതിനുള്ള യോഗ്യതയില്ലെങ്കിലും ഞാനിതാ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തോന്നില്ല ഇവിടെ ഉണ്ടോന്ന് തോന്നില്ല. ആഫ്രിക്ക ഞാൻ കണ്ടിട്ടുണ്ട്, പല രാജ്യങ്ങളിൽ കണ്ടിട്ടുണ്ട്. പൊട്ടന്മാരെ പോലെ എറിഞ്ഞേൽപ്പിച്ചു കൊടുക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഈ രാത്രികാലം ശബ്ദം ഉയർത്തുക. എന്തെങ്കിലും ചെയ്താട്ട്. സ്തോത്രം. ദൈവം നിന്റെ സ്പീഡ് മാറ്റാൻ പോകുക. അടുത്ത തലമുറ ദൈവം തൊടാൻ പോകുക. ഹല്ലേലൂയ. ഒരു പുതിയ തലമുറ ദൈവം ഇത് എഴുന്നേൽപ്പിക്കുന്നു. Something mighty. Oh, Rabba Shandaloria. Get ready. സ്തോത്രം. പക്ഷേ അനിസനൊക്കെ ഒരു ഗുണം ഉണ്ടായിരുന്നു. അന്ന് ദൈവത്തിൻ്റെ വചനം, ഇതുപോലത്തെ ശുശ്രൂഷയുടെ വചനം അങ്ങനെ ആരും പ്രസംഗിക്കുകയാണെങ്കിൽ ഞാൻ പൊട്ടനെ പോലെ അടുത്തിരിക്കുന്ന ആൾ കൈ കൊടുത്ത് പറയും അത് എനിക്കുള്ളതാ. ഈ കൈ കൊടുക്കുന്നൊക്കെ ഇപ്പോൾ കേരളത്തിൽ പ്രസിദ്ധമായി. പക്ഷേ ഓർക്കുന്നുണ്ട്, ആദ്യമായി ഇത് ഇറക്കുവാൻ, ഇത് പറയാനൊക്കെ ദൈവം എനിക്ക് അന്ന് 15 വയസ്സേ ഉള്ളൂ. സ്തോത്രം. അന്ന് ദൈവം എന്നെ പഠിപ്പിച്ച കാര്യമാണ്. അതിന് പുറകിൽ വാക്യമുണ്ട്. ചുമ്മാതെ എക്സസൈസ് അല്ലേ ഇത്. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടിരിക്കുക.
ആ വാക്യം വെച്ചുകൊണ്ട് ഞാൻ അടുത്തിരിക്കുന്ന വ്യക്തി കൈകൊടുത്ത് പറയും, ആ ദൂത് എനിക്കുള്ള ദൂതാണ്. സ്തോത്രം. ഇന്ന് രാത്രികാലം ദൈവം നിന്നോട് ഇടപെടുന്നെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ, അന്തർരാഷ്ട്രീയമായി ഭാഷയുടെ വൈകല്യം ഇല്ലാതെ ദൈവദാസന്മാരെ ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ദിവസങ്ങൾ മുൻപിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഇന്ന് രാത്രികാലം വെറും ഉണക്കവടിയാണെങ്കിലും എറിഞ്ഞേൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമക്കൾ മാത്രം. സ്തോത്രം. ഒരു കാലത്ത് ഉണർവിൻ്റെ കേന്ദ്രമായി തമിഴ്നാട് മാറ്റപ്പെട്ടു. പക്ഷെ എനിക്ക് തോന്നുന്നേ ആ വേവ് കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അന്ന് തമിഴ്നാട്ടിലായിരുന്നു 5000, 10,000, 20,000 പേരുള്ള ചർച്ചുകൾ. കേരളത്തിലുള്ളത് 250, 300. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഏറ്റവും വലിയ ചർച്ച 600, 200 പേരുള്ളത് IPC ചർച്ച്, നമ്മുടെ KC ജോൺ പാസ്റ്റർ ചർച്ചായിരുന്നു. സ്തോത്രം. അത് 600 പേരാണ്ട് അന്നുണ്ട്. സ്തോത്രം. ആ കാലം മാറി. ഇന്ന് 3000, 4000 ചർച്ചുകൾ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. മാത്രമല്ല, ഞാൻ വിശ്വസിക്കുന്നു അടുത്ത ചില വർഷങ്ങൾക്കുള്ളിൽ 10,000 ചർച്ചുകളെ ഇത് വിശ്വസിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഹല്ലേലൂയ. ഉണക്കവടിയുടെ മീതെ ശക്തി വ്യാപരിക്കാൻ പോകുകയാണ്. ഉണക്കവടിയുടെ മീതെ അഭിഷേകം വ്യാപരിക്കുന്ന രാത്രി. ഹല്ലേലൂയ. ഇത് എമർജൻസിയുടെ കാലമാണ്. ഹല്ലേലൂയ. എമർജൻസി അഭിഷേകം ദൈവം പകരാൻ. ഞാൻ പറഞ്ഞില്ല, ആ കൂട്ടത്തിൽപ്പെട്ടവനാ ഞാൻ. ഒരു യോഗ്യത ഉണ്ടായിട്ടല്ല. നിങ്ങളിൽ പലരെക്കാളും ഒട്ടും യോഗ്യതയില്ലാത്ത ചെറുപ്പക്കാരൻ. പക്ഷെ കുഞ്ഞു പ്രായത്തിൽ ദൈവം അഭിഷേകം ചെയ്യുമ്പോൾ, ഞാൻ 15ഉം 16ഉം വയസ്സിലാണ്, 16, 17 വയസ്സുകളാണ് നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്നത്. ഗുജറാത്തിലും മധ്യപ്രദേശിലും അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, എടുത്തോണ്ട് കൊണ്ടിടുന്ന രോഗികൾ ചാടി ബെഡിൽ നിന്ന് എഴുന്നേൽക്കും. ജന്മനാൽ കുരുട്ട് കണ്ണുകൾ തുറക്കുന്ന കാണാൻ ദൈവം ഭാഗ്യമൊരുക്കി. സ്തോത്രം. അടഞ്ഞിരുന്ന കണ്ണുകൾ പെട്ടെന്ന് തുറക്കും. സ്തോത്രം. ആടാത്ത കൃഷ്ണമണികൾ ആടിത്തുടങ്ങും. ഞാൻ വിളിച്ചു പറയട്ടെ, എൻ്റെ യേശു ഇന്നും ജീവിക്കുന്നു. സ്തോത്രം. ഇന്ന് രാത്രികാലം യോഗ്യത ഒന്നുമില്ലെങ്കിലും ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, 15 വയസ്സുള്ള സമയത്ത് ഞങ്ങളുടെ പാസ്റ്റർ ചർച്ചിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ദൈവം ശുശ്രൂഷയ്ക്ക് വേണ്ടി ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോകുക. അതിൻ്റെ അടയാളമായി ആത്മമാരി ചിലമേൽ പെയ്യാൻ പോകുക. ഇത് പ്രസംഗം കേട്ടോണ്ടിരിക്കുമ്പോൾ എല്ലാവരും സ്വത്രമൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ചെയ്ത വികൃതി അറിയാമോ? വിശ്വാസത്തോട് കൊച്ചു കുഞ്ഞിനെ പോലെ ഞാൻ വായും തുറന്നിരുന്നു. എൻ്റെ വിശ്വാസം, എൻ്റെ വായിക്കകത്ത് വെള്ളത്തുള്ളികൾ വരും. സ്വത്രം സ്വത്രം സ്വത്രം. 15 മിനിറ്റോളം വാ തുറന്നു വെച്ച് വാ കഴച്ചല്ലാതെ ഒരു തുള്ളി വെള്ളം പോലും വീണില്ല. വിഷമത്തോട് സഭയിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്, കരഞ്ഞോണ്ട പോകുന്നത്. ഞാൻ കർത്താവ്, എൻ്റെ കൂടെയുള്ള കുഞ്ഞുങ്ങൾ, പിള്ളേരൊക്കെ ചോദിക്കുന്നത് അപ്പനും അമ്മയോട് ക്രിക്കറ്റ് ബാറ്റ് മേടിച്ചു തരാനൊക്കെയാണ്. എനിക്കതൊന്നുമല്ല വേണ്ടിയത്, എനിക്ക് അഭിഷേകം വേണം. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്കറിയുമോ, അന്ന് പകൽക്കാലം ഞാൻ ശബ്ദം കേട്ടതാണ്, ഈ ആഴ്ച തീരുന്നതിന് മുൻപേ ഞാൻ നിന്നെ അഭിഷേകം ചെയ്യും. ഇടി മുരങ്ങുന്ന പോലെ ആ ശബ്ദം ഞാൻ കേട്ടു. ഇന്ന് രാത്രികാലം യോഗ്യതയില്ലെങ്കിലും ക്രമത്തിൽപ്പെട്ടവനല്ലെങ്കിലും ഈ രാത്രികാലം ദൈവാത്മാവ് ഇടപെടുക. ആ വടികൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമക്കളെ മീതെ ഈ രാത്രി അസാധാരണ അഭിഷേകം. 2011 ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കുന്ന വർഷം ദൈവാത്മാവ് ശക്തിയോടെ ഇടപെടുന്നു. പൊളിറ്റിക്സ് കാണിക്കേണ്ടി വരത്തില്ല, ഒരു തന്ത്രവും കാണിക്കേണ്ടി വരത്തില്ല. നീ ചുമ്മാ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. നിന്റെ മീതെ ദൈവം പ്രവർത്തിക്കും. ദൈവാത്മാവ് നിനക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യും. ഹല്ലേലൂയ. ഒന്ന്, എമർജൻസി. പാസ്റ്റർ ടിനി ജോർജ് വിശ്വസിക്കുന്നുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ എമർജൻസി പെട്ടവരാ. ആമീൻ. അല്ല, നമ്മൾ ഇവിടെ നിൽക്കേണ്ടിവരൊന്നുമല്ല. കേരളത്തിൽ ഇഷ്ടം പോലെ പ്രസംഗരുണ്ട്. എന്തിനാണ് ദൈവം ചില കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാർ, എനിക്കൊന്ന് അദ്ദേഹത്തിന് എൻ്റെ പോലുള്ള പ്രായം കാണത്തുള്ളൂ. സ്തോത്രം. ആമീൻ. ഓ, എന്നെക്കാൾ ഇളയതാ.
വളരെ ചുരുക്കം മാത്രമാണ് ഞാൻ അച്ചാച്ചനാകുന്നത്. അത് വളരെ ഗമയോട് ഞാൻ രാത്രി സ്വീകരിക്കുകയാണ്. സ്വത്രം സ്വത്രം, ഹല്ലേലൂയ. വിളിച്ചുപോട്ട് അടുത്തൊരു തലമുറ ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രികാലം ഈ അഭിഷേകം, എമർജൻസി അനോയിന്റിംഗ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ മാത്രം കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചോ. ഇന്നലെ വരെ ഒരു പ്രസംഗം പോലും പ്രസംഗിക്കാൻ അറിയാത്ത നിന്റെ നാവിനെ ദൈവം തൊടാൻ പോകുകയാണ്. ഈ രാത്രി ഏറ്റെടുക്കുന്ന ദൈവമക്കളെ മീത് ശക്തി വ്യാപരിക്കുന്നു. അത് വിശ്വസിച്ച ദൈവമക്കൾ ഇരിക്കുന്നതിന് മുൻപേ കൈകളൊന്ന് അടിച്ച് ദൈവത്തിന് സ്തോത്രം കൊടുത്താട്ടെ. കൈകൾ അടിച്ച് എമർജൻസി അനോയിന്റിംഗ്. വിളിച്ചു പറ, കർത്താവേ, ഈ കൈയുടെ മീതെ, എന്റെ നാവിന്റെ മീതെ ഈ അഭിഷേകം ഒന്ന് വ്യാപരിക്കണം. വർഷങ്ങൾക്ക് മുമ്പേ കണ്ട ഒരു കാഴ്ച ഇതാ ഞാൻ ആത്മാവിൽ കാണുന്നത് മടങ്ങി വരുന്നു. സ്തോത്രം. ഞാൻ ഒരിക്കൽ ഒരു കാഴ്ച കാണാനിടയായി. മില്യൺസ്, ദശലക്ഷങ്ങൾ എന്ന് പറയാം, അതുപോലത്തെ ഒരു കൂട്ടം ഇന്ത്യയിൽ കൂടുന്നു. ഞാൻ ചോദിച്ചു, കർത്താവേ, ഞാൻ ഒരാൾ പ്രസംഗിക്കുന്ന കാരണം, ഞാൻ കർത്താവേ അത് ബോംഗയാണോ? പെട്ടെന്ന് ശബ്ദം കേട്ടു, ഇല്ല. ഞാൻ ചോദിച്ചു, കർത്താവേ അന്ന് വേറെ ചില ദിനകരനാണോ? അല്ല. സ്തോത്രം. എന്നോർക്ക് എൻ്റെ ബെഡ് ഞാൻ ഇരിക്കുകയാണ്. പെട്ടെന്ന് ശബ്ദം കേട്ട് തുറന്നു നോക്കുക, കണ്ണ് തുറന്നു നോക്കുക. നോക്കുമ്പോൾ ഒരു കൊച്ചു ചെറുപ്പക്കാരൻ, കണ്ണാടിയിട്ട ഒരു കൊച്ചു പയ്യൻ. ദൈവം എന്ന് പറഞ്ഞ വാക്ക് ഇതാണ്: ലക്ഷങ്ങളുടെ വിടുതലിന് വേണ്ടി ഞാൻ നിന്നെ ഉപയോഗിക്കും. പക്ഷെ ഇന്ന് രാത്രി എന്തോ ആ കാഴ്ച മടങ്ങി വരിക മാത്രമല്ല, മറ്റ് ചില ദൈവദാസന്മാരുടെ മീതെ അതേ കാഴ്ച ദൈവം പ്രഖ്യാപിക്കുന്നു. ഈ രാത്രി ഏറ്റെടുക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തില് വിശ്വസിക്കുന്ന ദൈവമക്കൾ ശക്തിയോടെ ശബ്ദമുയർത്തി ദൈവത്തിന് സ്തോത്രം കൊടുത്താട്ട്. അല്ലേ, എമർജൻസി അനോയിന്റിംഗ്. ദൈവം ചോദിക്കുക, ഞാൻ എത്ര നാൾ കാത്തിരിക്കണം? എടുക്കൂ തൈലക്കൊമ്പ്. ഹല്ലേലൂയ. ഒരാൾ കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, എമർജൻസി അനോയിന്റിംഗ് ഞാൻ റിസീവ് ചെയ്യുന്നു. ഇരുന്നു 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 ഇരുന്നു. ചെറുപ്പക്കാരെ ഏൽപ്പിച്ചു കൊടുക്കണം, കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കണം. ഇരിക്കുന്നില്ല, അവർ നിൽക്കുകയാണ്, നിന്നോട്ട്. സ്തോത്രം. ആമേൻ. അടുത്തതായിട്ട് ദൈവം പറഞ്ഞത്, ഒന്ന് എമർജൻസി അനോയിന്റിംഗ്. രണ്ട്, ദൈവം പറഞ്ഞ വാക്കിതാണ്, ഇറ്റ്സ് എൻ ആന്റിഡോട്ട് അനോയിന്റിംഗ്. ആന്റിഡോട്ട് എന്ന് പറഞ്ഞാൽ വിഷം കഴിക്കുകയോ പാമ്പ് കടിക്കുകയോ ചെയ്തവർക്ക് അതിന് തത്തുല്യമായ, അതിൻ്റെ പ്രതിരോധമായി, സ്തോത്രം, ഒരു മരുന്ന് കൊടുക്കും. ഏത് പാമ്പ കടിക്കുന്ന അതിനൊരു പ്രതിരോധമുണ്ട്. ദൈവം എന്നെ പറഞ്ഞു, ഞാൻ അയക്കാൻ പോകുന്ന അഭിഷേകം പ്രതിരോധ അഭിഷേകമാണ്. എന്ന് വെച്ചാൽ ഒരു കുടുംബത്തിൽ ഒരു ശക്തി ആ കുടുംബത്തെ ആക്രമിച്ചെങ്കിൽ അതേ കുടുംബത്തിൻ്റെ അകത്തുനിന്ന് ആ ശക്തിയെ തകർക്കുവാൻ പിടിച്ചെടുത്തോ പിടിച്ചെടുത്തോ പിടിച്ചെടുത്തോ. ഒരു വലിയ ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന കാഴ്ച ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് കുടുംബത്തെ ആക്രമിച്ചോ അതേ കുടുംബത്തിനകത്തുനിന്ന് ദൈവം ചില അഭിഷക്തന്മാര് ഇത് എഴുന്നേൽപ്പിക്കുന്ന രാത്രിയാണ്. Praise the Lord. അവിടെ കൊണ്ട് തീരുന്നില്ല. അടുത്ത വാക്യം പറ. സ്തോത്രം. ഇന്ന് ഇന്ത്യയിലേക്ക് ഒത്തിരി ഫോറിൻ മിഷനറിമാർക്ക് വരാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കുക.
അത് ഓർത്ത് സങ്കടപ്പെടുന്നവരൊക്കെ ഉണ്ട്. സ്തോത്രം. എന്നാൽ എനിക്ക് വലിയ സങ്കടമില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഐ ലവ് ഫോറിൻ മിഷണറീസ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു കേരളത്തിൽ ഉണർവ് വ്യാപരിപ്പിക്കുവാൻ കേരളത്തിനകത്തും തന്നെ പ്രതിരോധ ശക്തിയുമായി ചില ശക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുക. അത് ഏറ്റെടുക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ശക്തിയോടെ സ്തോത്രം. പോരാ 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 പോരാ. ഇന്ത്യയിൽ ഉണർവ് വഹിക്കുവാൻ ഇന്ത്യക്കാരായി ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുക. ഇത് സൈന്യത്തലല്ല, ശക്തിയല്ല, യഹോവയുടെ ആത്മാവിനാൽ. ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ, പെട്ടെന്ന് എന്റെ ഉള്ളിൽ വരുന്നോണ്ട് ഞാൻ പറയാൻ പോകുകയാണ്. ആരും ഒന്നും മാനുഫാക്ചർ ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവമായിട്ട് പ്രവർത്തിക്കും. സ്തോത്രം. എനിക്ക് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ മീറ്റിങ്ങുകളുടെ എണ്ണം ചിലർ എക്സാജുറേറ്റ് ചെയ്യും, വന്നവരുടെ എണ്ണം എക്സാജുറേറ്റ് ചെയ്യും. സ്തോത്രം. രക്ഷിക്കപ്പെട്ടവരുടെ എണ്ണം എക്സാജുറേറ്റ് ചെയ്യും, ഉണ്ടായ സൗഖ്യം ചിലർ എക്സാജുറേറ്റ് ചെയ്യും. ദൈവം പറഞ്ഞു ഇനി അതിൻ്റെ ആവശ്യമില്ല. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ വിദേശത്തൊരിടത്ത് ഒരു പാസ്റ്റർ രോഗസൗഖ്യം ചെയ്ത് എനിക്ക് സങ്കടം തോന്നി. സ്തോത്രം. അതേ മുന്നോട്ട് വിളിച്ചിട്ട് പറഞ്ഞു സൗഖ്യമായെന്ന്. അയാൾ പറഞ്ഞു സൗഖ്യമായില്ല സാറേ. അയാൾ പറഞ്ഞു സൗഖ്യമായെന്ന്. സ്തോത്രം. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാദം നടന്നുകൊണ്ടിരിക്കുക അമേരിക്കയിൽ. സ്തോത്രം. ഞാൻ വിളിച്ചു പറയട്ടെ, എൻ്റെ വിശ്വാസം പ്രത്യേകിച്ച് പറയിപ്പിക്കേണ്ട ആവശ്യമില്ല. സൗഖ്യമായവൻ മറ്റുള്ളവരെ ചവിട്ടി എറിഞ്ഞ് പുറത്തു വന്ന് സാക്ഷി പറയും. സ്തോത്രം. എൻ്റെ ദൈവത്തെ ആരും സഹായിക്കാൻ പോകണ്ട. ഇന്ന് രാത്രികാലം എൻ്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം യഥാർത്ഥ അഭിഷേകമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി Don't have to manufacture. ഒന്നും മാനുഫാക്ചർ ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ ദൈവത്തിന് പണ്ടത്തെ പോലെ ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രതിരോധ അഭിഷേകമാ. അത് വെളിപ്പെടുമ്പോൾ ആൾക്കാർ കാണും. ആരും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഒരിക്കൽ ദൈവനോട് വ്യക്തമായി എൻ്റെ ശുശ്രൂഷ തുടങ്ങിയ സമയത്ത് ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ പാഠമായി മാറിയത്. അന്ന് 16 വയസ്സുള്ള സമയത്ത് ഒരു ശബ്ദം ഞാൻ കേട്ടു, ശുശ്രൂഷയിൽ ഒരിക്കലും നീ എനിക്കൊരു മഹത്വം ഉണ്ടാക്കി തരണ്ട. എനിക്ക് പണ്ടത്തെ പോലെ മഹത്വം ഉണ്ട്. ഇല്ലാത്ത കാര്യം പറഞ്ഞ് നീ എനിക്ക് മഹത്വം ഉണ്ടാക്കണ്ട. ഹല്ലേലൂയ. എൻ്റെ ശക്തി പണ്ടത്തെ പോലെ ഇന്നും വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി യേശു കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ഈ രാത്രികാലം എനിക്കൊന്നും മാനുഫാക്ചർ ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ ദൈവത്തിന് ഇന്നും ശക്തിയുണ്ട്. സകല ദേവന്മാരിലും ശ്രേഷ്ഠ ദൈവമാണ് എൻ്റെ ദൈവമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം. ദൈവമാ പറയുന്നു, കളങ്കമില്ലാത്ത എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഞാൻ ദൈവാത്മാവിൽ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുക. പ്രതിരോധ അഭിഷേകം എന്ന് പറഞ്ഞാൽ നീ മുൻപിൽ നിൽക്കുമ്പോൾ തന്നെ ക്യാൻസറിന്റെ അണുക്കൾ ചലിക്കാൻ തുടങ്ങും. നീ കൈ ഉയർത്തുമ്പോൾ തന്നെ സാത്താനിക ശക്തികൾ വിറയ്ക്കാൻ തുടങ്ങും. അതുപോലത്തെ അഭിഷേകം ദൈവം ചിലവിൽ അയക്കാൻ പോകുകയാണ്. ദാവീദ്, നീ പ്രസംഗിക്കണ്ട, നീ കിന്നര ഒന്ന് തൊട്ടാൽ മതി. എനിക്ക് ഈ സാധനം ഒന്നും പ്ലേ ചെയ്യാൻ അറിയത്തേ ഇല്ല. സ്തോത്രം. അങ്ങനെ ഒരു കൃപ ദൈവം എനിക്ക് തന്നിട്ടില്ല. ആമേൻ. എന്നാൽ വിളിച്ചു പറയട്ടെ, അടുത്ത ദിവസങ്ങൾ ദൈവദാസന്മാർ ഞാനൊരു കാര്യം പറ്റും, ഒന്നും മാനുഫാക്ചർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ചിലരൊക്കെ സ്റ്റേജ് പുക വരുന്നു, മിന്നൽ പ്രത്യക്ഷപ്പെടുന്നു. ഇതിനൊന്നും ആവശ്യമില്ല. അനിസൻ സുഷ തുടങ്ങിയ ഇന്നും അന്നും ഒരേ രീതിയിൽ നിൽക്കുന്ന ആളാ. ഷൗലിന്റെ പടച്ചട്ടൊന്നും നമുക്ക് വേണ്ട. സ്വത്രം 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 സ്വത്രം. ഇന്ന് ക്രിസ്ത്യൻ പ്രോഗ്രാമിൽ പോലും സ്റ്റേജ് പുക പൊങ്ങുന്നു. എന്തൊക്കെ കോക്കാമ്പിച്ച കാണിക്കുന്നറിയാമോ? ചിലർ ചെവിയിൽ നാത്തിടുന്നു. സ്തോത്രം. ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ. കൈസ് ഞങ്ങളുടെ ചർച്ചിനോട് ബന്ധപ്പെട്ടൊരു പാസ്റ്റർ വന്നുകൊണ്ടിരുന്ന ഒരു പാസ്റ്റർ നമുക്ക് കുണുക്ക് ഇട്ട് വന്നിരിക്കുക. ഇത് പാസ്റ്റർ എന്തോ പറ്റി? അത് അങ്ങനെ ഉണ്ടെങ്കിൽ ആത്മാക്കളെ നേടാൻ പറ്റത്തുള്ളൂ. ദൈവമേ, ഓസ്ട്രേലിയക്കാരനാ. സ്തോത്രം സ്തോത്രം.
ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ കുണുക്കിടുന്നത് അമ്പലത്തിലുള്ള ആൾക്കാരാ. ഹല്ലേലൂയ. ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെ പാസ്റ്റർമാർ കുണുക്കിടാറില്ല. സ്തോത്രം. ഞാൻ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഡ്രമ്മർ 2 ചെവിയിലും കുണുക്കിട. ഞാൻ പറഞ്ഞു എടുക്കാൻ പറഞ്ഞു. സ്തോത്രം. ഇത് ഊരിട്ട് സ്റ്റേജ് കയറിയാൽ മതി. അല്ലേ? ഇന്ന് ഇതൊന്നും വേണ്ട. അഭിഷേകം വ്യാപരിക്കുവാൻ. അഭിഷേകം വ്യാപരിക്കുമ്പോൾ നിന്റെ കിന്നരത്തെ ഒന്ന് തൊട്ടാൽ മതി, ഭൂതങ്ങൾ വിട്ടുമാറാൻ പോകുകയാണ്. ഇന്ന് രാത്രി അത് മതി എനിക്കെന്ന് പറഞ്ഞ ദൈവമക്കൾ മാത്രം. ഓ somebody shout hallelujah. അത് മതി എന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഒന്ന് കൈകൾ അടിച്ച് ദൈവത്തിന് സ്തോത്രം. That's enough. സ്തോത്രം. കേരളത്തിൽ ഇന്ന് ഒരു പ്രവാചകനായി നിൽക്കുന്നുണ്ട്. പറയട്ടെ, അമേരിക്കക്കാർ കാണിക്കുന്ന എല്ലാം അനുകരിക്കാൻ പോകരുത്. സ്തോത്രം. ചിലരാണെങ്കിൽ ഞാൻ ഓർക്കുന്ന ഒരിക്കലും ഒരു ചെറുപ്പക്കാരെ കണ്ടപ്പോൾ ഇവിടം വരെ മുടി, എനിക്ക് മുടി വളർത്തിയത് അത് നിങ്ങളുടെ ഇഷ്ടം. മുടിയുള്ളവർ മുടി, ചിലർക്കില്ല, ചിലർക്കുണ്ട്. അത് ദൈവം കൊടുത്ത ദാനമാണ്. സ്തോത്രം. ഞാൻ അവനോട് ചോദിച്ചു, എന്തിനാടോ നീ മുടി വളർത്തുന്നത്? പറഞ്ഞ വാക്കിതാണ്, ബെന്നിഹിന് മുടിയുണ്ട്. സ്തോത്രം. അങ്ങേര് പ്രസംഗിക്കുന്നതിന് മുമ്പേ മുടി ഒന്ന് ആട്ടിയിട്ടാ. ഹല്ലേലൂയ. ഞാൻ നോക്കി, ഇവൻ മുടിയല്ല, ശരീരം മൊത്തം ആട്ടിയിട്ട് ഒരു ഈച്ച പോലും സൗഖ്യമാകുന്നില്ല. സ്തോത്രം. ഇന്ന് രാത്രിക്കാൻ വിളിച്ചു പാട്ടെ, ഇതൊന്നും വേണ്ട. അഭിഷേകം വ്യാപരിക്കുമ്പോൾ ദുർശക്തികൾ തിരിച്ചറിയും. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം ഉറക്കെ ആമേൻ പറഞ്ഞ. സ്തോത്രം. ഞാൻ അടുത്തൊരു കാര്യം വളരെ ഗൗരവമായി പറയട്ടെ. വചനത്തോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. ചിലരിന്ന് ഈ വചനം പ്രസംഗിച്ച് ഇപ്പോൾ ഒത്തിരി പ്രസംഗിച്ചുകൊണ്ട് അവരുടെ ചിന്ത പുതുതായിട്ടൊരു ആശയം പറയാതെ ശരിയാകത്തില്ല. അതുകൊണ്ട് ഡിസ്റ്റോർട്ടഡായ തിയോളജീസ് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തല മിനിസ്ട്രിയിൽ എൻ്റെ ഉത്തരവാദിത്തം പ്രധാനമായിട്ട് ഡോക്ടറിനെ കാത്തുകൊള്ളുക. ഡോക്ടറിനെ തൊടുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. സ്തോത്രം. ഡോക്ടറിന് മാറ്റം വരാൻ പറ്റത്തില്ല. ഈ വചനത്തിനോട് കൂട്ടേണ്ട ഒരു ആവശ്യമേ ഇല്ല. സ്തോത്രം. ഇത് പണ്ട് എഴുതിയതുപോലെ ഇന്നും ശക്തിയുള്ളതാണ്. ഒന്നും എക്സ്ട്രാ ഫിറ്റിങ്ങിൻ്റെ ആവശ്യം വേണ്ട. ഞാൻ ശുശ്രൂഷ വളരുന്ന പല കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എക്സ്ട്രാ ഫിറ്റിങ്ങിൻ്റെ ആവശ്യം വേണ്ട മോനെ. ഇന്ന് രാത്രി അഭിഷേകം മാത്രം വ്യാപരിച്ചാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ദൈവം പ്രവർത്തിച്ചില്ല, ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങും, ഞാൻ കോക്കാമ്പിച്ച് കാണിക്കാൻ ഇറങ്ങത്തില്ല. പക്ഷെ ഇന്ന് രാത്രിക്കാലം എൻ്റെ ദൈവം എന്നിൽ കൂടെ വ്യാപരിക്കുമ്പോൾ സാത്താന്യ കോട്ടകൾ ഇളകുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഇന്ന് രാത്രി നിങ്ങൾക്ക് എന്തോ വേണ്ടിയത് ഇതുള്ള ദൈവമക്കളെ ഞാൻ നോക്കട്ടെ. ഞാൻ ഒന്നാമത് പറയാൻ പോകും, യേശു കർത്താവിനെ മരിച്ചവരിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് എൻ്റെ അകത്ത് വസിക്കുന്നെന്ന് ഒരു സംശയവുമില്ലാതെ വിശ്വസിക്കുന്ന ദൈവമക്കളുടെ ശബ്ദം ഒന്ന് ഉയരട്ടെ. പോരാ. യേശു കർത്താവിനെ മരിച്ചവരുടെ ഉയർപ്പിക്കുന്ന അതേ ആത്മാവ് എൻ്റെ അകത്ത് എന്തോ വേണം. പിന്നെ എന്ത് വേണം? ഇത് പോരെ. യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ച അതേ ആത്മാവ്, തൃത്വത്തിൽ മൂന്നാമൻ നിന്റെ അകത്ത് വസിക്കുന്നെങ്കിൽ പ്രത്യേക ഫിറ്റിങ്ങിന്റെ ആവശ്യമില്ല. നിന്റെ അകത്ത് വസിക്കുന്ന ദൈവം, വസിക്കുന്ന ആത്മാവ് ഭൂമിയെ കീഴ്മേൽ മറിക്കുന്ന ആത്മാവാണ്. ഇന്ന് രാത്രികാലം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ പ്രതിരോധം ആരംഭിച്ചു കഴിഞ്ഞു. കേരളത്തിലെ പൈശാചിക ശക്തികൾക്കെതിരായി പ്രതിരോധം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ത്യയിൽ വ്യാപരിക്കുന്ന സാത്താന്യ ശക്തികൾക്കെതിരായി പ്രതിരോധം ആരംഭിച്ചിരിക്കുന്നു. ഒരു ശക്തി ഞാൻ അനുഭവിക്കുന്നു. ദൈവത്താൽ ശക്തം ഇടപെടുക. ഇന്ന് രാത്രി ദൈവമക്കളൊന്ന് വാ തുറക്കാൻ പോകുക. വേറെ ഒന്നും ചെയ്യണ്ട. വിശ്വസിക്കുന്നവർ ഉള്ളിൽ നിന്ന് തിരുവരുത്ത് പറയുന്ന പോലെ ജീവജല നദികൾ പുറപ്പെടാൻ പോകുകയാണ്. ഇന്ന് രാത്രി നിന്റെ മേൽ വ്യാപരിക്കുന്ന ശക്തി അത് മതി.
മരിച്ചവരെ ഉയർപ്പിക്കുവാൻ ഈ ശക്തി മതി. യേശുവിനെ മരിച്ചവനെ ഉയർപ്പിച്ച ഈ ആത്മാവിന്റെ ശക്തി മതി. ഹല്ലേലൂയ. ക്യാൻസറുകൾ സൗഖ്യമാക്കുവാൻ ഈ ശക്തി മതി. Power, power, power. വേറൊന്നും വേണ്ട, ഈ ശക്തി മതി. നാളെ രാവിലെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെക്കുറിച്ച് ഞാൻ തൊട്ടു പറയും. ഞാൻ എൻ്റെ ഉള്ളം പറയുന്നു. ഞാൻ പറഞ്ഞില്ല, ഈ മെസ്സേജ് ഇവിടെ വന്ന് ദൈവം മാറ്റി തന്നതാണ്. ശക്തമായ നിലയിൽ ഞാൻ ആ ദൈവ ശബ്ദം കേൾക്കുന്നു. ദേശത്ത് വ്യാപരിച്ച ഒരു ശക്തിക്ക് പോലും കൂശാതെ ദേശത്തിൽ താണ്ഡവമാടിക്കൊണ്ടിരുന്ന, കുടുംബങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരുന്ന സാത്താന്യ ശക്തികൾ ഇന്ന് രാത്രിയിൽ പ്രതിരോധം അനുഭവിച്ചുകൊണ്ടിരിക്കുക. They've been pushed back, pushed back, pushed back, pushed back. നിന്റെ കുടുംബത്തിൽ വ്യാപരിക്കുന്ന ശക്തികൾ വിട്ടുമാറിയേ മതിയാകൂ. യേശുവിന്റെ നാമത്തിൽ ഇത് വിശ്വസിക്കുന്ന ദൈവമക്കളും യെസ് യെസ് ഓ റബലമ ശന്തലാറവ ഓ get ready. ഏത് വിഷം ശത്രു നിന്റെ കുടുംബത്തിലിട്ടോ ദൈവമേ കാഴ്ച കാണിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കണമേ. പിശാചിന് ശക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ശക്തി സകല ശക്തികൾക്ക് മീതെ ദൈവമ കാണിക്കുന്ന കാഴ്ച കുറിച്ചു വെച്ച 2011 കേറുന്നതിന് മുൻപേ ഈ ദൂതുകൾ നിവൃത്തിയാകും. ദൈവം കാണിക്കുന്ന കാഴ്ച മന്ത്രവാദികൾ ഇട്ട വടിയും പാമ്പായി മാറ്റപ്പെട്ടു. എന്നാൽ അഭിഷക്തന്റെ വടി അതിനെ വിഴുങ്ങിക്കളയുന്ന കാഴ്ച. ഓ ഇന്ന് രാത്രിക്കാർ കുടുംബങ്ങളിൽ വ്യാപരിച്ച ശക്തിയെ വിഴുങ്ങുന്ന കാഴ്ച ആത്മാവിൽ കണ്ടോണ്ടിരിക്കുക. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഓ ഓ പവർ പവർ പവർ. നിന്റെ വാ തുറന്നാൽ മതി, നീ കൈ ഉയർത്തിയാൽ മതി. ചില ശക്തികൾ വിരികൊണ്ടിരിക്കുക. ഇന്ത്യ വ്യാപരിക്കുന്ന, കേരളത്തിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികളെ നിങ്ങൾക്കറിയാമോ? ദാവീദിന്റെ മേൽ വ്യാപരിച്ച അഭിഷേകത്തിന്റെ പ്രത്യേകത ടൈറ്റിൽ അല്ല. ആരും ടൈറ്റിലിന്റെ പുറകെ പോകരുത്. സ്തോത്രം. പഠിച്ചു കിട്ടുന്ന ഡോക്ടറേറ്റുകൾ എടുക്കുക. സ്തോത്രം. ഡോക്ടറേറ്റ് എടുത്താൽ പോലും അത് വലിയ പ്രസിദ്ധമാക്കേണ്ട ആവശ്യമില്ല. ഒത്തിരി ടൈറ്റിലല്ല വിഷയം. റവറൻറ്റും പാസ്റ്ററും ബിഷപ്പും ലേറ്റ് റവറൻറ്റും ഇതിലൊന്നും കാര്യമില്ല. ബൈബിളിൽ കൊടുത്തിരിക്കുന്ന എണ്ണ വീണ അന്നും മുതൽ പരിശുദ്ധാത്മാവ് ദാവീദിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. അത് മതി. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശബ്ദം. ആമേൻ ആമേൻ. ഓ റബ
ദൈവം വേറെ ഒന്നിന്റെയും ആവശ്യമില്ല. എണ്ണ വീണ അന്ന് മുതൽ ആത്മാവ് ചലിച്ചാൽ അത് മതിയെന്ന്, പെന്തക്കോസ്തുകാർക്ക് അത് മതി എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഒരു പേമാഴി പെയ്യുന്ന പോലെ ദൈവത്തിന്റെ ശക്തി വ്യാപിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് പരിശുദ്ധമായ ശക്തി മതി. പ്രതിരോധം ആരംഭിച്ചു കഴിഞ്ഞു. ഇസ്രായേലിൽ ദുർഭൂതം വ്യാപരിക്കുമ്പോൾ ഒന്ന് ഓർത്തു നോക്കൂ. ശൗല് ഭൂതശക്തിയാൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശൗല് പോലും അറിയാതെ ശൗലിന്റെ കൊട്ടാരത്തിന് തൊട്ടപ്പുറത്ത് ആ ഭൂതത്തെ പുറത്താക്കുവാൻ ദൈവം ഒരുത്തനെ അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ഞാൻ ശബ്ദം കേൾക്കുന്നു. കുടുംബങ്ങളിൽ വ്യാപരിച്ച ശത്രുശക്തിയെ തകർക്കാൻ അതേ കുടുംബങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ അഭിഷേകം. പ്രാർത്ഥനയോടിരുന്നാട്ടെ. ഏത് കുടുംബത്തെ ശത്രു തൊട്ടോ അതേ കുടുംബത്തിനകത്തുനിന്ന് ഒരു അഭിഷക്തൻ എഴുന്നേൽക്കാൻ പോകുകയാണ്. പാസ്റ്റർമാരെ, സ്പീഡ് മാറാൻ പോകുക. സ്പീഡ് മാറാൻ. നിങ്ങൾ ഇത്രയും നാളും ചെയ്ത ശുശ്രൂഷ ഒരുമിച്ചിട്ടാൽ പോലും അടുത്ത വർഷം നടക്കാൻ പോകുന്നതിനുമായി കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലെന്ന് ദൈവത്തെ ആത്മാവ് ഇടപെടുകയാ. ഇത് മഹത്വം പോകുന്ന ശുശ്രൂഷയല്ല, മഹത്വത്തിലേക്കും ശക്തിയിലേക്ക് വ്യാപരിക്കുന്ന സ്തോത്രം. മൂന്നാമത്തെ വാക്ക് ഒന്ന് പറയാൻ പോകുക. ശമൂവേല് ചോദിച്ച ചോദ്യമുണ്ട്. ദൈവമേ, ശൗൽ ഇത് അറിഞ്ഞാൽ സമ്മതിക്കുമോ? ദൈവം പറഞ്ഞു, നീ ഒരു പശുക്രാവിനെ എടുത്തോണ്ട് അങ്ങ് പോ. സ്വത്രം. എല്ലാത്തിനും മറുപടി ഒന്നുമില്ല. എന്ന് വെച്ചാൽ ഈ അഭിഷേകത്തെ ഞാൻ വിളിക്കുന്ന ഇറസിസ്റ്റബിൾ അനോയിന്റിങ് എന്ന് വെച്ചാൽ ലോകത്തിലെ ഏത് മൂപ്പൻ നോക്കിയാലും, സ്വത്രം, ആരൊക്കെ ബന്ധു പ്രഖ്യാപിച്ചാലും, സഭകളെല്ലാം കൂടെ എതിർത്താലും, ദൈവം തീരുമാനിച്ചതായതുകൊണ്ട് ഇത് തടയാൻ പറ്റത്തില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ somebody shout hallelujah. ഉറക്കം പറയാൻ പോകുക. Are you ready? ഈ അഭിഷേകം എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. ചിലർ അറിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്വത്രം. പാസ്റ്റർമാർ ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് നടക്കുമ്പോൾ ചിലർക്ക് ഇരിപ്പ് പറ്റത്തില്ല. സ്വത്രം. ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്ന ദൈവം പറയുക, ഈ പ്രാവശ്യം ആർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ചിലപ്പോൾ കൂടെയുള്ള പാസ്റ്റർമാർക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കാം, മറ്റ് സഭകൾക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കാം, ആത്മീയ ഗോളത്തിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കാം, നിന്റെ കുടുംബത്തിൽ ചില അംഗങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കാം. പക്ഷെ ആർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇന്ന് രാത്രി ദൈവം ചില അഭിഷേകം ചെയ്യാൻ. ഇന്ന് രാത്രി കുമ്പനാടിനോട് ആലോചന ചോദിച്ചിട്ടല്ല, പുനലൂരിനോട് ആലോചന ചോദിച്ചിട്ടല്ല ദൈവം ഈ അഭിഷേകം അയക്കാൻ പോകുന്നത്. സ്വത്രം. ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, ആരനുവദിച്ചാലും അനുവദിച്ചില്ലെങ്കിലും ദൈവം പറയുക, ഇനി ഞാൻ കാത്തിരിക്കത്തില്ല. ഞാനൊരു വാക്ക് ശക്തമായി പ്രഖ്യാപിക്കാൻ പോകുക. അത് വിശ്വസിച്ച ദൈവമക്കൾ പ്രാപിച്ചോണം, ചാടി പ്രാപിക്കണം. സ്തോത്രം. ഇന്ന് രാത്രിക്കാലം ഏത് ശക്തി അതിനെതിരെ വ്യാപരിച്ചാലും, എത്ര ആക്രമണം
ആക്രമണങ്ങൾ ഉണ്ടായാലും, എത്ര മാന്ത്രിക ശക്തി ഇളകി വന്നാലും, ദൈവം പകരാൻ പോകുന്ന ഈ എമർജൻസി അനോയിന്റിങ്ങിനെ തടയാൻ ഒരു ശക്തിക്കും പറ്റത്തില്ലെന്ന് ദൈവത്തിന് വിശ്വസിക്കുന്ന ദൈവമക്കളുടെ ശബ്ദമുയരട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശക്തികൾ വിട്ടുമാറുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കാണുകയാണ്. ആര് തടഞ്ഞാലും, എത്ര ശക്തി എഴുന്നേറ്റാലും, നിന്നെ മേൽ ഒരു അഭിഷേകം ദൈവം അയക്കാൻ പോകുകയാണ്. ഒരാൾക്ക് കൈയെടുത്ത് പറയാൻ തയ്യാറാണോ? അദ്ദേഹം എന്നെ കുറിച്ചാണ് തോന്നി പറയുന്നത്. പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. ഇന്ന് രാത്രി ശക്തികൾ വിട്ടുമാറാൻ പോകുകയാണ്. ദൈവം പറയാ, ഇനി ഞാൻ കാത്തിരിക്കത്തില്ല. ആമി, ഉണർവിന്റെ കാലമായി കഴിഞ്ഞു. വലിയ കൊയ്ത്തിന്റെ കാലമായി കഴിഞ്ഞു. എന്റെ ആത്മാവിനെ പണ്ടത്തെക്കാൾ ശക്തിയോട് ജനത്തിനിടയിലേക്ക് ഞാൻ അയക്കാൻ പോകുകയാണ്. ഈ രാത്രിക്കാലം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. Are you ready? അടുത്തായിട്ട് ഒരു വാക്കൂടെ ഞാൻ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ അഭിഷേകത്തിന്റെ പ്രത്യേകത മുഖം നോക്കി കൊടുക്കുന്ന അഭിഷേകമല്ല, ഹൃദയം കണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികൾ പുറത്തു വരും. വലിയ പേരില്ലാത്തവർ, ഇന്നലെ വരെ ആരും അറിയാത്തവർ പെട്ടെന്ന് രംഗപ്രവേശനം ചെയ്യും. മുഖം നോക്കിയുള്ള അഭിഷേകമല്ല ഇത്. ഈ രാത്രി ദൈവം നിന്റെ ഹൃദയത്തിലെ കരച്ചിൽ കണ്ടു. നിന്റെ ഹൃദയത്തിലെ കരച്ചിൽ കണ്ടു. ദൈവം, എനിക്ക് വേറെ ഒന്നും വേണ്ട, വേറെ ഒന്നും വേണ്ട, എനിക്ക് അങ്ങനെ ശുശ്രൂഷ ചെയ്താൽ മതിയെന്ന് നീ ഹൃദയത്തിൽ പറഞ്ഞ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുക. ചർച്ചിനകത്ത് വരുമ്പോൾ മാത്രം സ്തോത്രം പറയുകയല്ല, ചാടുക മാത്രമല്ല. ദൈവം പറയുന്നു, ആരും കാണാതിരിക്കുമ്പോൾ, ഒരു മനുഷ്യൻ കാണാതിരിക്കുമ്പോൾ, ചിലപ്പോൾ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ, ചിലപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, മറ്റുള്ളവർ ഉറങ്ങിക്കിടക്കുമ്പോൾ ചാടി എഴുന്നേറ്റ് ഒരു മൂലയിൽ പോയി കരഞ്ഞോണ്ടിരിക്കുന്ന, ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊതിച്ചോണ്ടിരിക്കുന്ന, ദൈവത്തെ ആരാധിച്ചോണ്ടിരിക്കുന്ന ചില വ്യക്തികളെ ദൈവം പുറത്തെടുക്കാൻ പോകുകയാണ്. കർത്താവേ, എനിക്ക് പ്രശസ്തി വേണ്ട, മറ്റൊന്നിനും വലിയ പ്രശസ്തി വന്നാൽ പോലും ഉള്ളത്തിനുള്ളിൽ തുടുപ്പ് കുറയ്ക്കാത്ത, തുടിച്ചോണ്ടിരിക്കുന്ന, വേറെ എന്തിനു വേണ്ടിയോ ആഗ്രഹിച്ചോണ്ടിരിക്കുന്ന ചില അഭിഷക്തന്മാർ ഇവിടെ നിൽപ്പുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. അവിടെ മീതെയാണ് ഈ ശക്തി വ്യാപരിക്കാൻ പോകുന്നത്. വിളിച്ചു പറയട്ടെ, ശുശ്രൂഷ വെളിപ്പെട്ടിട്ട് പോലും ശുശ്രൂഷകൾ വെളിപ്പെട്ടിട്ട് പോലും ഉള്ളിന്റെ ഉള്ളിൽ ഒന്നുമായിട്ടില്ല. എനിക്ക് അങ്ങനെ മഹത്വം കാണണം, ഇത് പോരാ എന്ന് ഉള്ളിന്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരുന്ന ചില വ്യക്തികളെ ദൈവം ആളയച്ച് പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. ദൈവത്തിന്റെ ദൂതയും അറിയിച്ചുകൊണ്ടിരിക്കുക. ഒന്നിനോടൊരു താല്പര്യമില്ല, പണത്തോട് വലിയ താല്പര്യമില്ല, എനിക്കിത് പോരാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില അഭിഷക്തന്മാരുടെ മീത് ഒരു കൈയിറങ്ങി വരുന്ന കാഴ്ച ആത്മാവ് കണ്ടുകൊണ്ടിരിക്കുക. Receive it.
അടുത്ത മിനിറ്റുകൾ നിങ്ങളും യേശു മാത്രമേ ഈ ഗ്രൗണ്ടിലുള്ളെന്ന് വിശ്വസിക്കുക. കൈകൾ ഉയർത്തുകയാണെങ്കിൽ ഉയർത്തിക്കോ, മുഴങ്കാലിരിക്കണമെങ്കിൽ ഇരുന്നോ. ദൈവം ചിലരെ കണ്ടിരിക്കുന്നു. ദൈവം പറയുന്നു, മനുഷ്യൻ കാണാത്ത ചിലത് ഞാൻ ചിലരെ കണ്ടിരിക്കുന്നു. വനാന്തരത്തിൽ ഇരിക്കുമ്പോഴും യഹോവ എന്റെ ഇടയൻ, എനിക്ക് മുട്ടുണ്ടാകത്തില്ല. എന്നെ ആരാധിച്ചോണ്ടിരിക്കുന്ന ചിലതിനെ ഞാൻ പുറത്തെടുക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. അപ്പൻ കണ്ടതല്ല ദൈവം കണ്ടത്. സഹോദരന്മാര് കണ്ടതല്ല ദൈവം കണ്ടത്. ദൈവം കാഴ്ച കാണിക്കുന്നു. ഇത്രത്തോളം പ്രയോജനപ്പെട്ടിട്ട് പോലും പോരാ, ഒന്നുമായിട്ടില്ല എന്ന് ഹൃദയത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവം ഒരു അന്ത്യകാല ഉണർവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ എനിക്കൊരു പങ്കാളിത്തം തരണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ചില വ്യക്തികളെ മീതെ മുഖം നോക്കാത്തൊരു അഭിഷേകം ദൈവം അയച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസി ദൈവമക്കൾ മാത്രം ഉറക്കെ പ്രാർത്ഥിച്ച് പ്രാപിച്ചോളുക. അടുത്ത 1-2 മിനിറ്റുകൾ ഞാൻ മൈക്ക് ഓഫ് ചെയ്യാൻ പോകുകയാണ്. നിങ്ങളും കർത്താവും തമ്മിൽ ശബ്ദം ഉയർത്തിയോ, ഹൃദയം ദൈവത്തിന് പകർന്ന്, കർത്താവ് എനിക്ക് വേറെ ഒന്നും വേണ്ട, ഹല്ലേലൂയ, 10,000 രക്ഷിക്കപ്പെടുന്നത് എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്. കേരളം ദൈവാത്മാവിനാൽ ചലിക്കപ്പെടുന്നത് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയും ദൈവമക്കൾ മാത്രം ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി ദൈവം ചില അഭിഷേകം ചെയ്യാൻ പോകുകയാണ്.
അതിശക്തമായ ദൈവ സാന്നിധ്യം ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. എൻ്റെ ശരീരത്തിന് മീതെ ഞാൻ ശക്തമായ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു. ദാവീദേ, നിനക്ക് വേറൊന്നും വേണ്ട. ആ എണ്ണ ഒരിക്കും ദിവസം അവിടെ കൊടുത്തിരിക്കുന്ന വാക്യം, അന്നു മുതൽ പരിശുദ്ധാത്മാവ്. ദാവീദ് പാപം ചെയ്തപ്പോൾ ഒരു കാര്യം മാത്രം ദൈവത്തോട് പറഞ്ഞു, എടുത്തു കളയരുത്.
രണ്ട് കാര്യങ്ങൾ: രക്ഷയുടെ സന്തോഷവും നിൻ്റെ ആത്മാവിനെ. കാരണം എൻ്റെ ജീവിതത്തിൽ വിജയം അതാ. ഇന്ന് രാത്രി ഇവിടെ ശുശ്രൂഷയുടെ ഒരുക്കുണ്ടാകുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്കത് വിശ്വസിക്കാൻ പറ്റും? ഞാൻ ഈ പ്രാർത്ഥന ഇവിടെ പ്രാർത്ഥിച്ച് നിർത്തും. പക്ഷേ പോകേണ്ടവർക്കെല്ലാം പോകാം. കുറച്ച് മിനിറ്റുകൾ ഇവിടെ ദൈവമക്കൾ ഒരുമിച്ചിരിക്കാൻ പോകുകയാണ്. നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് പേര് ഒരുമിച്ച് കൂടിയിരിക്കാൻ തയ്യാറാണെങ്കിൽ ഇരുന്നു. ഒരാളുടെ കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്തോ. സ്തോത്രം. എന്തോ സംഭവിക്കാൻ പോകുകയാണ്. ഈ ഗ്രൗണ്ട് തന്നെ ഒരു വൈദ്യുതി വ്യാപരിക്കുന്ന പോലെ ഇത് കാഴ്ച സമയമല്ല, ഇത് നിങ്ങൾ പ്രാപിക്കുന്ന സമയമാണ്. In the name of Jesus, a fresh anointing. ഓ ദൈവമേ, ശക്തമായ കാഴ്ച കാണിക്കുന്നു. ചില കൈ ഉയർത്തി നിൽക്കുന്ന, അല്ല ഉയർത്തുമ്പോൾ ചില കൈയുടെ മീതെ ശക്തിയേറിയ രോഗസൗഖ്യത്തിന്റെ അഭിഷേകം. പ്രാപിച്ചോ in the name of Jesus. ഇന്ന് രാത്രി ചിലരെ ദൈവം പുറത്തെടുക്കുക. മുഖം നോക്കിയല്ല, അപ്പന് പോലും അറിയത്തില്ലെങ്കിലും, സഹോദരന്മാർ തിരിച്ചറിഞ്ഞില്ലെങ്കിലും ദൈവം അത് കണ്ടിരിക്കുന്നു. എനിക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങൾ ദൈവമക്കൾ ഒന്നെങ്കിൽ വട്ടമായി കൈകൾ കോർത്ത് പിടിക്കുക, അല്ലെങ്കിൽ രണ്ടുപേരെ കൈകൾ കോർത്ത് പിടിക്കുകയോ ചെയ്താട്ടെ. സൈഡിലോട്ടല്ല, നിങ്ങൾ മുഖം കാണത്തക്ക രീതിയിൽ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക.
നിങ്ങളിൽ ഒരുവൻ 1000-ത്തെയും ഇരുവർ 10,000-ങ്ങളെയും എൻ്റെ ബ്രദറിനെ ഉപയോഗിക്കണമേ, എൻ്റെ സിസ്റ്ററിനെ ഉപയോഗിക്കണമേ. ഞാൻ ദൈവദാസന്മാർ നിങ്ങളും പോയി പ്രാർത്ഥിച്ചോ. കാരണം ഇന്ന് രാത്രി നിങ്ങൾ കൂടെ അടുത്ത വ്യക്തിയിലേക്ക് ശക്തി വ്യാപരിക്കാൻ പോകുക. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ഇവിടെ മുൻപ് തെക്ക് നിറക്കേണ്ട ആവശ്യമില്ല. ദൈവമാണ് നിങ്ങൾ അഭിഷേകം ചെയ്യുന്നത്. ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്ത് നിൽക്കുന്ന സ്ഥലത്ത് ദൈവം നിങ്ങൾ അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുക. പുറകിലത്തെ അറ്റം വരെ ദൈവ സാന്നിധ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ചിലർ സ്വർഗീയ ദർശനങ്ങൾ കാണും, ചിലർ സ്വർഗീയ ദർശനങ്ങൾ കാണും, ചിലർ സ്വർഗീയ ദർശനങ്ങൾ കാണും, ചിലർ സ്വർഗീയ ദർശനങ്ങൾ കാണും. പ്രാർത്ഥന കുറച്ചുകൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ. ഇവിടെ ചിലർ ഇന്ന് രാത്രി കുറച്ച് സമയം കൂടെ സ്പെൻഡ് ചെയ്യും. അത് കുഴപ്പമില്ല. ചിലർ ഇവിടെ കിടപ്പുണ്ട്. ചിലർ സ്വർഗീയ ദർശനങ്ങൾ കാണിക്കും. പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കട്ടെ. അടുത്ത 5-10 മിനിറ്റ് ദൈവമക്കൾ നിങ്ങളും ദൈവമായി മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പോകേണ്ടിയവർക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് പോകാം. യു ആർ നോട്ട് ബീങ് ഇംപൊളൈറ്റ് ബൈ ഗോയിങ്. നിങ്ങൾ ആരും ബുദ്ധിമുട്ടിക്കുന്നില്ല. നിങ്ങൾക്ക് പോകേണ്ടിയവർക്ക് ഒരു കുഴപ്പമില്ല. പോകാം. സ്തോത്രം. ഹല്ലേലൂയ. കൊട്ടാരക്കര ജീസസ് ഈസ് എലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ ഒരുക്കുന്ന ആരാധനയും വിടുതലിൽ ശുശ്രൂഷയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടന്നു വരുന്നു. ഈ മീറ്റിങ്ങുകളിൽ അനേകം രോഗികളെ യേശു സൗഖ്യമാക്കുന്നു. നിങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ കടന്നു വരിക. സമാധാനവും സൗഖ്യവും വിടുതലും പ്രാപിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ജീസസ് ഈസ് എലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 9, കൊട്ടാരക്കര. ഫോൺ 0474329889. മൊബൈൽ 9947484846.